السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം സീറത്തുൻ നബവിയ്യ, ആ ഒരു വിഷയത്തിന്റെ തുടർച്ചയെന്നോണം ആറാമത്തെ ഒരു ഭാഗത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വംശാവലിയും പ്രവാചകന്റെ അടുത്ത ബന്ധുക്കളെ സംബന്ധിച്ചാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പൊ നേരത്തെ നാലാമത്തെ ഭാഗത്ത് അറബികളുടെ വംശാവലി പറഞ്ഞ ആ ഒരു ഭാഗം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ആ ഒരു സ്ലൈഡ്. അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഈ ഒരു ഭാഗം ഞാൻ വിശദീകരിക്കുന്നത്. അപ്പൊ അത് കേൾക്കാത്ത ആളുകൾ ആദ്യം അത് ശ്രവിച്ചതിന് ശേഷം വേണം ഈ ഒരു ഭാഗം നിങ്ങൾ കേൾക്കാൻ. അതില് പറഞ്ഞത് ഓർക്കുന്നുണ്ട്, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിൽ കടന്നു വരുന്ന അദ്നാൻ, അറബൽ മുസ്തഅരിബ, ആ അദ്നാനിലേക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വംശാവലി വന്നു ചേരുന്നത്. ആ സ്ലൈഡില് അദ്നാൻ മുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് 21 തലമുറകൾ ഉണ്ടെന്നെല്ലാം ആ ഭാഗത്ത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത് ഏതാണ് ആ 21 ആളുകൾ. അതിൽ പ്രവാചകന്റെ അടുത്ത ബന്ധുക്കളായിട്ട് കടന്നു വരുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചാണ് ഒരു അല്പം കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ പരിശോധിക്കുന്നത്. ഇപ്പൊ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിൽ കടന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്നാൻ. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ശേഷം നിരവധി ജനറേഷന് ശേഷം കടന്നു വരുന്ന ഒരു വ്യക്തിയാണ് അദ്നാൻ. ആ അദ്നാനിലേക്കാണ് പ്രവാചകന്റെ ജീനിയോളജി, പ്രവാചകന്റെ വംശാവലി വന്നു ചേരുന്നത്. പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് അദ്നാൻ അദ്ദേഹം ജീവിച്ചത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തൊട്ട് മുമ്പുള്ള ജനറേഷനിലായിരിക്കണം. അതാണ് പണ്ഡിതന്മാരുടെ നിഗമനം. അതല്ലെങ്കിൽ അദ്നാന്റെ മകനായിട്ട് കടന്നു വരുന്ന മഅദ്, ആ മഅദ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമകാലികനായിരുന്നു എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഏകദേശം ആ അഭിപ്രായം നമ്മൾ കണക്കുകൂട്ടി നോക്കിയാൽ ശരിയാണെന്നും കാണാൻ സാധിക്കും. കാരണം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കുള്ള ദൂരം 570 വർഷമാണ്. അപ്പൊ 100 വർഷം എന്നുള്ളത് ഏകദേശം 3 ജനറേഷനാണ്. അങ്ങനെയാണ് കണക്കാക്കുക. 100 വർഷം എന്നുള്ളത് 3 ജനറേഷനാണ്. അപ്പൊ 570 വർഷം എന്നുള്ളത് ഏകദേശം 20-21 ജനറേഷൻ. ആ ഒരു അഭിപ്രായം ശരിയായിരിക്കണം, അല്ലാഹു അലം. അപ്പൊ അദ്നാനിലേക്കാണ് പ്രവാചകന്റെ വംശാവലി വന്നു ചേരുന്നത്. പ്രവാചകന്റെ വംശാവലി 3 രൂപത്തിലുള്ള വംശാവലികൾ, വംശപരമ്പരകൾ പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഒന്നാമതായിട്ട് സൂചിപ്പിക്കപ്പെട്ട വംശാവലി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ അദ്നാൻ വരെയുള്ള വംശാവലിയാണ്, 21 ജനറേഷൻ. ആ ഒരു അതിൽ പണ്ഡിതന്മാർക്കിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഐക്യകണ്ഠേന ഏകകണ്ഠമായിട്ട് പണ്ഡിതന്മാർ അതിൽ ഇജ്മാ ഉള്ള വിഷയമാണ് പ്രവാചകൻ മുതൽ അദ്നാൻ വരെയുള്ള തലമുറകൾ. സ്വഹീഹുൽ ബുഖാരിയിലടക്കം അത് സൂചിപ്പിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. അതേ സന്ദർഭത്തിൽ രണ്ടാമതായിട്ട് സൂചിപ്പിക്കപ്പെട്ട വംശാവലി എന്നുള്ളത് അദ്നാൻ മുതൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള വംശാവലിയാണ്. അതിൽ പണ്ഡിതന്മാർക്ക് ഏകകണ്ഠമായിട്ടുള്ള അഭിപ്രായമില്ല, വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. ചില പണ്ഡിതന്മാർ അത് ശരിയായിരിക്കാം, ചില പണ്ഡിതന്മാർ അത് തെറ്റായിരിക്കാം. ആ രൂപത്തിൽ 2 രൂപത്തിലുള്ള അഭിപ്രായമാണ്. അത് ഇമാം ത്വബരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ താരീഖിൽ 7ഓളം അഭിപ്രായങ്ങൾ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. അതായത് വ്യത്യസ്ത ആളുകൾ, ചില ആളുകൾ അദ്നാൻ മുതൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെ 7 ജനറേഷൻ, 7 ആളുകളാണ്. ചില ആളുകൾ 8, ചില ആളുകൾ 9, ചില ആളുകൾ 10, എത്രത്തോളം വെച്ചാൽ മാക്സിമം 40 തലമുറകൾ ഉണ്ടെന്ന് വരെ അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ അത് കൃത്യമായിട്ട് എണ്ണവും പേരുകളും, ആ പേരുകൾക്കിടയിലും അഭിപ്രായമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള 100% ഉറപ്പ് ആ വിഷയത്തിൽ നമുക്കില്ല എന്നുള്ളതാണ്. ശരിയാകാം, തെറ്റാകാം, അല്ലാഹു അലം. അതാണ് രണ്ടാമത്തെ വംശാവലി. മൂന്നാമതായിട്ട് സൂചിപ്പിക്കപ്പെട്ട വംശാവലി എന്നുള്ളത് അദ്നാൻ മുതൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള വംശാവലിയാണ്. അതിന് കൃത്യമായിട്ടുള്ള യാതൊരു സ്രോതസ്സും നമ്മുടെ കയ്യിലില്ല. ആകെയുള്ള നമ്മുടെ കയ്യിലുള്ള സ്രോതസ് നമുക്കുള്ളത് ബൈബിൾ പഴയ നിയമമാണ്. ബൈബിൾ പഴയ നിയമം 100% ആധികാരിക സ്രോതസ്സായിട്ട് നമുക്ക് സ്വീകരിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ 100% ഉറപ്പുള്ള, പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉള്ള പ്രവാചകന്റെ ആ വംശാവലി, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ അദ്നാൻ വരെയുള്ള വംശപരമ്പരയാണ് ആദ്യം നമ്മൾ പരിശോധിക്കുന്നത്. പ്രവാചകന്റെ 21ാമത്തെ പിതാവായിട്ട് കടന്നു വരുന്ന വ്യക്തിയാണ് അദ്നാൻ. ആരാണ് ബാക്കിയുള്ള, അതായത് പിന്നീട് വരുന്ന 20 തലമുറകൾ അല്ലെങ്കിൽ 20 ആളുകൾ ആരാണ്? പണ്ഡിതന്മാർ സൂചിപ്പിച്ച ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, കഴിയെങ്കിൽ ഇത് എഴുതി വെക്കുക. ഇതിന്റെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും പിന്നീട് ഞാൻ സംസാരിക്കുക. മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ഇബ്നു ഹാഷിം ഇബ്നു അബ്ദു മനാഫ് ഇബ്നു ഖുസൈ ഇബ്നു കിലാബ് ഇബ്നു മുറ ഇബ്നു കഅബ് ഇബ്നു ലുഅയ് ഇബ്നു ഗാലിബ് ഇബ്നു ഫിഹർ ഇബ്നു മാലിക് ഇബ്നു നളർ ഇബ്നു കിനാന ഇബ്നു ഖുസൈമ
ഇബ്നു മുദ്രിക, ഇബ്നു ഇലിയാസ്, ഇബ്നു മുളർ, ഇബ്നു നിസാർ, ഇബ്നു മഅദ്, ഇബ്നു അദ്നാൻ. ഇതാണ് 21 ആളുകൾ. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ അദ്നാൻ വരെയുള്ള ആ ഒരു 21 ആളുകൾ, ആ പേരുകളാണ് ഞാൻ വായിച്ചത്. ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ്, കഴിയെങ്കിൽ ഇത് കുറിച്ചു വെക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവായിട്ട് കടന്നു വരുന്ന അബ്ദുള്ള, അബ്ദുള്ളയുടെ പിതാവായിട്ട് കടന്നു വരുന്ന അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ പിതാവായിട്ട് കടന്നു വരുന്ന ഹാഷിം, ഹാഷിമിന്റെ പിതാവായിട്ട് കടന്നു വരുന്ന അബ്ദു മനാഫ്. അവിടെയെങ്കിലും നിങ്ങൾ ആ ഒരു ഭാഗം വരെ നമ്മൾ മനപ്പാടാക്കുക. അബ്ദു മനാഫിന്റെ പിതാവായിട്ട് പിന്നീട് കടന്നു വരുന്നത് ഖുസൈ, പിന്നീട് കിലാബ്, മുറ, കഅബ്, ലുഐ, ഗാലിബ്, ഫിഹർ, മാലിക്, നളർ, കിനാന, ഖുസൈമ, മുദ്രിക, ഇലിയാസ്, മുളർ, നിസാർ, മഅദ്, അദ്നാൻ. ഇതാണ് ആ 21 ആളുകൾ. ഇനി ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് അടുത്തായിട്ട് ഞാൻ പറയുന്നത്. അതോടൊപ്പം അടുത്തായിട്ട് കാണിക്കാൻ പോകുന്ന ആ സ്ലൈഡില് നമ്മൾ ഈ പറയപ്പെട്ട 21 ആളുകളിൽ അതിൽ പ്രധാനപ്പെട്ട ചില വ്യക്തികളാണ് ആ സ്ലൈഡിൽ നിങ്ങൾ കാണുക. ആ സ്ലൈഡ് ബേസ് ചെയ്തുകൊണ്ട് അവരെ സംബന്ധിച്ചായിരിക്കും തുടർന്ന് അങ്ങോട്ട് നമ്മൾ വിശദീകരിക്കുക. ഈ ഒരു സ്ലൈഡ് നിങ്ങൾ കാണുന്നുണ്ട്. ഈ സ്ലൈഡിൽ പ്രധാനപ്പെട്ട, അതായത് ആ 21 വളരെ പ്രധാനപ്പെട്ട ചില വ്യക്തികളാണ് ഈ സ്ലൈഡിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനി സാന്ദർഭികമായിട്ട് ഒരു ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ, സ്വഹീഹ് മുസ്ലിമിലും അതേപോലെ തന്നെ സുനൻ തുർമുദിയിലെല്ലാം ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വംശാവലിയെ സംബന്ധിച്ച് സംസാരിക്കുന്നതായിട്ടുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ അസ്തഫാ കിനാന മിൻ വലദി ഇസ്മാഈൽ. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല കിനാനയെ തെരഞ്ഞെടുത്തു, അല്ലെങ്കിൽ കിനാന ഗോത്രത്തെ തെരഞ്ഞെടുത്തു. ശേഷം വസ്തഫ ഖുറൈശം മിൻ കിനാന. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല കിനാന ഗോത്രത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുറൈശികളെ തെരഞ്ഞെടുത്തു. ശേഷം വസ്തഫ ഹാഷിമ മിൻ ഖുറൈശ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുറൈശികളിൽ നിന്നും ഹാഷിം കുടുംബത്തെ തെരഞ്ഞെടുത്തു. വസ്തഫാനി മിൻ ബനി ഹാഷിം. പിന്നീട് ഹാഷിം സന്തതികളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ തെരഞ്ഞെടുത്തു. മനോഹരമായിട്ടുള്ള ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വംശാവലിയാണ് ഈ ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. ആ ഹദീസ് ആരംഭിക്കുന്നത് വലത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പര പറഞ്ഞുകൊണ്ടാണ്. അവസാനിക്കുന്നത് വസ്തഫാനി, എന്നെ തെരഞ്ഞെടുത്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലേക്ക് എത്തുന്ന ആ പ്രവാചകന്റെ വംശപരമ്പരയാണ് ചുരുങ്ങിയ രൂപത്തിൽ ഹദീസിൽ നമുക്ക് നൽകുന്നത്. അത് മുഴുവനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നില്ല. ആ വംശപരമ്പരയിൽ വരുന്ന പ്രധാനപ്പെട്ട ചില വ്യക്തികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൈലൈറ്റ് ചെയ്യുകയാണ്. ഒന്നാമതായിട്ട് പറഞ്ഞത് വലത് ഇസ്മായിലിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല കിനാനെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ആരാണ് കിനാന? നേരത്തെ ഒരല്പം മുമ്പ് പ്രവാചകന്റെ ആ വംശാവലി 21 തലമുറകൾ പറഞ്ഞ സന്ദർഭത്തിൽ കിനാന എന്നുള്ള പേര് നിങ്ങൾ കേട്ടത് ഓർക്കുന്നുണ്ടാകും. മുഹമ്മദ് ഇബ്നു അബ്ദുള്ള ഇബ്നു അബ്ദുൽ മുത്തലിബ്, അങ്ങനെ പിറകിലേക്ക് നമ്മൾ പോകുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 14ാമത്തെ പിതാവായിട്ട് 14ാമത്തെ ജനറേഷനായിട്ട് കടന്നു വരുന്ന വ്യക്തിയാണ് കിനാന. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് പറഞ്ഞ. സ്ലൈഡിൽ നിങ്ങൾ കാണാൻ സാധ്യമല്ല, പക്ഷേ അതാണ്. അതായത് അദ്നാന് കഴിഞ്ഞിട്ട് കടന്നു വരുന്ന പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത് കിനാനയാണ്. അതിനുശേഷം ഹദീസിൽ വസ്തഫ ഖുറൈശം മിൻ കിനാന. പിന്നീട് കിനാനക്കാരിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല കിനാനയിൽ നിന്നും ഖുറൈശികളെ തെരഞ്ഞെടുത്തു എന്നാണ്. അപ്പൊ നേരത്തെ ആ 21 തലമുറകളിൽ ഖുറൈശ് എന്നുള്ള പേര് നിങ്ങൾ കേട്ടതായിട്ട് ഓർക്കുന്നുണ്ടാവില്ല. കാരണം ഖുറൈശ് എന്നുള്ള പേരാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ആരാണ് ഖുറൈശ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതായിട്ട് പറഞ്ഞ ഖുറൈശ് ആരാണ്? ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് പ്രവാചകന്റെ ആ പിതൃ പരമ്പരയിൽ വരുന്ന ഫിഹർ, ആ ഫിഹറിന്റെ അപരനാമാണ് ഖുറൈശ്. ഫിഹറാണ് യഥാർത്ഥത്തിൽ ഖുറൈശ് എന്നുള്ള അപരനാമത്തിൽ അറിയപ്പെടുന്നത്. അതാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത്. അതേ സന്ദർഭത്തിൽ ന്യൂനപക്ഷം ചില പണ്ഡിതന്മാര് അത് ഒരാളുടെ പേര് മാത്രമല്ല, മറിച്ച് പ്രവാചകന്റെ പിതൃ പരമ്പരയിൽ വരുന്ന 3 ആളുകൾ ആ പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ, അതായത് ഖുറൈശ് അൽ അക്ബർ എന്നറിയപ്പെടുന്നത് നളറാണ്. അതേ സന്ദർഭത്തിൽ ഖുറൈശ് അൽ ഔസത്ത്, അതായത് മിഡിൽ ഖുറൈശ് എന്നറിയപ്പെടുന്നത് ഫിഹറാണ്. മൂന്നാമതായിട്ട് ഖുറൈശ് അൽ അസ്ഗർ, ഏറ്റവും ചെറിയ ഖുറൈശായിട്ട് അറിയപ്പെടുന്നത് ഖുസൈയാണ്. ഈ 3 ആളുകൾ ഒരുമിച്ചാണ് ഖുറൈശ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നതെന്നാണ് ന്യൂനപക്ഷം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. ഏതായിരുന്നാലും പ്രബലമായിട്ടുള്ള അഭിപ്രായം യഥാർത്ഥത്തിൽ പ്രവാചക പിതൃ പരമ്പരയിൽ വരുന്ന ഫിഹറിന്റെ പേരാണ് യഥാർത്ഥത്തിൽ ഖുറൈശ്. അപ്പൊ ഖുറൈശ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം. ഖുറൈശികൾ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു ഗോത്രത്തിന്റെ പേരല്ല, മറിച്ച് നിരവധി 10ലധികം വ്യത്യസ്ത ഗോത്രങ്ങളുടെ സമുച്ചയാണ് ഖുറൈശ്. ഇപ്പൊ ബനു ഹാഷിം, അതേപോലെ തന്നെ ബനു ഉമയ്യ, ബനു മഖ്സൂം, ബനു സുഹറ, ബനു തൈം, ഇതേ രൂപത്തിലുള്ള വ്യത്യസ്ത ഗോത്രങ്ങളുണ്ട്. ആ ഗോത്രങ്ങളെല്ലാം ഒന്നിച്ച് പറയപ്പെടുന്ന പേരാണ് ഖുറൈശ്. ആ വ്യത്യസ്ത ഗോത്രങ്ങളെല്ലാം സംഗമിക്കുന്ന, അവരുടെ എല്ലാം
പരമ്പരകളെല്ലാം ഒന്നിച്ചു ചേരുന്ന അല്ലെങ്കിൽ എല്ലാം ഒന്നിക്കുന്ന ഒരു പോയിന്റാണ് യഥാർത്ഥത്തിൽ ഫിഹിർ. അദ്ദേഹത്തിലാണ് മൊത്തം ഗോത്ര പരമ്പരകൾ സംഗമിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് ഖുറൈശ് അല്ലെങ്കിൽ ഖുറൈശികളുടെ പിതാവ് എന്നുള്ള പേരിൽ ഫിഹിറിന് അറിയപ്പെടാനുള്ള കാരണം. ഈ ഒരു സന്ദർഭത്തിൽ ഒരു ഹദീസ് കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും. സ്വഹീൽ ബുഖാരിയിൽ കടന്നു വരുന്ന ഹദീസിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലമ്മാ നസലത് വഅൻദിർ അശീറതകൽ അഖ്റബീൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഒരു ആയത്ത് ഇറങ്ങിയ സന്ദർഭത്തിൽ സൂറത്ത് ശുഅറാന്റെ 214 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നീ നിന്റെ അടുത്ത ബന്ധുക്കളെ വിളിച്ചുകൊണ്ട് താക്കീത് നൽകുക എന്നുള്ള കൽപ്പന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള ഓരോ ഗോത്രങ്ങളെയും വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അഭിസംബോധന ചെയ്തു, അല്ലെങ്കിൽ അവർക്ക് താക്കീത് നൽകി. ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികൾ അഭിമുഖീകരിച്ച സന്ദർഭത്തിൽ അവരെ വിളിച്ചത് ഹദീസിൽ കാണാൻ സാധിക്കും, യുനാദി യാ ബനി ഫിഹിർ, ഫിഹിറിന്റെ സന്തതികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശി ഗോത്രത്തെ അഭിമുഖീകരിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഖുറൈശികളുടെ പിതാവായിട്ട് അറിയപ്പെടും, അല്ലെങ്കിൽ ഫിഹിറാണ് യഥാർത്ഥത്തിൽ ഖുറൈശികളുടെ പിതാവായിട്ട് അറിയപ്പെടുന്ന വ്യക്തി. മറ്റൊരു കാര്യം, ഖുറൈശ് എന്നുള്ള പദം, ആ ഖുറൈശ് എന്നുള്ള പദത്തിനർത്ഥം കറശ യക്കരിശു എന്ന് വെച്ചാൽ ഒരുമിച്ച് കൂട്ടുക അല്ലെങ്കിൽ കീഴടക്കുക എന്നുള്ളതാണ് ഭാഷയിലുള്ള അർത്ഥം. അപ്പൊ ചിഹ്ന ഭിന്നമായിട്ട് അവിടെയും ഇവിടെയെല്ലാം കിടക്കുന്ന ആ വ്യത്യസ്ത ഗോത്രങ്ങളെയെല്ലാം അവര് ഒരുമിച്ച് കൂട്ടി. ആ ഒരുമിച്ച് കൂട്ടിയത് ഖുസൈയാണ്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു അർത്ഥം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിൽ വെക്കുക. ആ സന്ദർഭത്തിൽ അത് ഉണർത്തുന്നതാണ്. അതാണ് ഒന്നാമത്തെ അർത്ഥം, അതായത് ഒരുമിച്ച് കൂട്ടുക, കീഴടക്കുക. എങ്ങനെയാണ് കീഴടക്കിയത്, എങ്ങനെയാണ് ഒരുമിച്ച് കൂട്ടിയത് എന്നെല്ലാം പിന്നീട് ഞാൻ പറയും. രണ്ടാമതായിട്ട് ആ പദത്തിന്റെ അർത്ഥം കറശ എന്ന് വെച്ചാൽ കടിക്കുക, ബൈറ്റ് എന്നുള്ള അർത്ഥമാണ്. അതുകൊണ്ടാണ് ഇപ്പോ അറബി ഭാഷയിൽ ഖിർഷ് എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ സ്രാവ് എന്നാണ്. കാരണം സ്രാവിന്റെ കടി എന്നുള്ളത് ഏറ്റവും അപകടം പിടിച്ച കടി, ഏറ്റവും അതിശക്തമായിട്ടുള്ള കടിയാണ് സ്രാവ് കടിക്കുക. ഖിർഷ് എന്നുള്ള പദത്തിനർത്ഥം സ്രാവാണ്. ആ ഖിർഷ് എന്നുള്ളതിന്റെ തസ്ഗീർ രൂപമാണ് യഥാർത്ഥത്തിൽ ഖുറൈശ് എന്നുള്ള പദം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതായിരുന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വീഴുന്നത് ആ ഖുറൈശ് കുടുംബത്തിലാണ്. അതായത് ബനു ഹാഷിം എന്നുള്ള ഖുറൈശി ഗോത്രത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വീഴുന്നത്. അപ്പൊ ഏറ്റവും നല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുക്കുന്ന ഏറ്റവും നല്ല കുടുംബത്തെയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, സാന്ദർഭികമായിട്ട് മറ്റൊരു കാര്യം, പ്രവാചക കുടുംബത്തിന് അങ്ങേയറ്റം ശ്രേഷ്ഠതയുണ്ട്. പ്രവാചക കുടുംബത്തിന് ഇപ്പൊ നമുക്കറിയാം അഹ്ലുബൈത്തിന് പ്രത്യേകമായിട്ടുള്ള വിധികൾ ഇസ്ലാമികളുണ്ട്. ഇപ്പൊ സക്കാത്ത്, സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നമ്മൾ പറഞ്ഞു, സക്കാത്തിന്റെ വിഷയം അല്ലെങ്കിൽ സക്കാത്തും സ്വതക്കയെല്ലാം അഹ്ലുബൈത്തിന് നിഷിദ്ധാണ്. കാരണം അവരത്രയേറെ ആദരിക്കപ്പെടുന്ന കുടുംബമാണ്. ഇപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവര് തന്നെയാണ് സത്യം, ലഖറാബത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബു ഇലയ്യ മിൻ ഖറാബതി, തീർച്ചയായിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം എന്റെ കുടുംബത്തെക്കാൾ ഞാൻ സ്നേഹിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രസ്താവനയാണ്, സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ്. അപ്പൊ തീർച്ചയായിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിനും പ്രവാചകൻ ജനിച്ചു വീണ ഗോത്രത്തിനും ഖുറൈശി ഗോത്രത്തിനെല്ലാം ശ്രേഷ്ഠതയുണ്ട്. സ്വഹീഹായിട്ടുള്ള മറ്റൊരു ഹദീസിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അഇമ്മത്തു മിൻ ഖുറൈശ്, തീർച്ചയായിട്ടും എന്റെ ഉമ്മത്തിലെ ലീഡർ, എന്റെ ഉമ്മത്തിലെ നേതാക്കൾ അവര് ഖുറൈശികളിൽ നിന്നായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതുകൊണ്ടാണ് നമുക്ക് ആദ്യകാല ഇസ്ലാമിക ഭരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം വന്ന ഖുലഫാ ഉർ റാഷിദീങ്ങൾ മുഴുവൻ ഖുറൈശി ഗോത്രക്കാരാണ്. അതേപോലെ തന്നെ അതിനുശേഷം വന്ന ബനു ഉമയ്യ 80-84 വർഷത്തോളം മുസ്ലിം ഉമ്മത്തിനെ ഭരിച്ച ബനു ഉമയ്യ എന്നുള്ളതും ഖുറൈശി ഗോത്രക്കാരാണ്. പിന്നീട് വന്ന അബ്ബാസി കാലിഫേറ്റ്സ്, അതും യഥാർത്ഥത്തിൽ ഖുറൈശികളുടെ പിൻഗാമികളാണ്. പിന്നീട് നമുക്ക് ഉസ്മാനി ഖിലാഫത്ത് മാത്രമാണ് അതിൽ നിന്നും വ്യതിരിക്തമായിട്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അശ്റ മുബശ്ശിരീൻ അവരെല്ലാം യഥാർത്ഥത്തിൽ ഖുറൈശികളാണ്. അതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും പ്രവാചക കുടുംബത്തിന് ശ്രേഷ്ഠതയുണ്ട്, പ്രവാചക ഗോത്രത്തിനെല്ലാം ശ്രേഷ്ഠതയുണ്ട്. പക്ഷേ ആ ശ്രേഷ്ഠത എന്നുള്ളത് ഇപ്പൊ ദുനിയാവിൽ നമ്മൾ അവരാദരിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം അള്ളാഹുവിന്റെ കണ്ണിൽ ആ ശ്രേഷ്ഠത എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ അവരെ അടിയുറച്ച് നിൽക്കുന്ന സന്ദർഭത്തിൽ മാത്രമാണ്. അതല്ലെങ്കിൽ, അതായത് ദീനിൽ അവരെ അടിയുറച്ച് നിൽക്കുന്ന അള്ളാഹുവിന്റെ കൽപ്പനകൾ കേട്ട് ജീവിക്കുന്ന സന്ദർഭത്തിൽ മാത്രമാണ് അവർക്ക് ശ്രേഷ്ഠതയുള്ളത്. അതല്ലെങ്കിൽ പ്രവാചക കുടുംബം എന്ന ലേബലിൽ മാത്രം ഒരാൾക്ക് അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ സാധ്യമല്ല. പ്രത്യേകം മനസ്സിലാക്കുക. ഈ ലോകത്ത് തീർച്ചയായിട്ടും കുടുംബ മഹിമക്ക് ശ്രേഷ്ഠതയുണ്ട്. നമ്മൾ ചില കുടുംബങ്ങൾക്ക് പ്രത്യേകതകൾ അവർ ആദരിക്കാറുണ്ട്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിവാഹം അന്വേഷിക്കുന്ന സന്ദർഭത്തിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
നിങ്ങൾ നോക്കണം എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ സന്ദർഭത്തിൽ ഒന്ന് സമ്പത്ത്, പ്രത്യേകമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കുടുംബം പറഞ്ഞു. അപ്പൊ ചില കുടുംബത്തിന് മഹിമയുണ്ട്, അതിന്റെ പേരിൽ ശ്രേഷ്ഠതയുണ്ട്. പക്ഷെ അതൊരിക്കലും നമ്മൾ മറ്റൊരാളെ താഴ്ത്തി കാണാനോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ അഹങ്കരിക്കാൻ ഒരാൾക്ക് വകുപ്പില്ലേ. ദുനിയാവിൽ അതിന് ശ്രേഷ്ഠതയുണ്ട്. പക്ഷെ ആ ശ്രേഷ്ഠത വെച്ചുകൊണ്ട് ഒരാൾക്കൊരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ രക്ഷപ്പെടാൻ സാധ്യമല്ല എന്നുള്ളതാണ്. പരലോകത്ത് നമുക്കറിയാം, അല്ലെങ്കിൽ വിശ്വാസം ഇല്ലെങ്കിൽ, കർമ്മം ഇല്ലെങ്കിൽ ഒരാൾക്കും കുടുംബം എന്നുള്ള ലേബലിൽ രക്ഷപ്പെടാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ കണ്ണിൽ നമുക്കറിയാം, ലാ ഫദല ലി അറബിയിൻ വലാ ലി അജമിയിൻ ഇല്ലാ ബിത്തഖ്വ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അറബിയെന്നോ അനറബിയെന്നോ അള്ളാഹുവിന്റെ കണ്ണില് ശ്രേഷ്ഠത എന്നുള്ളത് തഖ്വയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. തഖ്വ മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹുജറാത്തിന്റെ 13-ാമത്തെ വചനത്തിൽ മനോഹരമായിട്ടുള്ള വചനം, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതഅറഫു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങളെല്ലാം ഒരേ മാതാപിതാക്കളിൽ നിന്നാണ് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. നിങ്ങൾ വ്യത്യസ്ത ഗോത്രങ്ങളും കുടുംബങ്ങളായിട്ടല്ല നിങ്ങൾ തിരിഞ്ഞത്. ലിതഅറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ആയത്ത് അവസാനിപ്പിക്കുന്നത്, നിങ്ങൾക്കിടയിൽ ഏറ്റവും ശ്രേഷ്ഠൻ എന്നുള്ളത് നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവനാണ്. അപ്പൊ അള്ളാന്റെ കണ്ണിൽ ശ്രേഷ്ഠതക്കുള്ള മാനദണ്ഡം എന്നുള്ളത് തഖ്വ മാത്രമാണ്. അല്ലാതെ കുടുംബ മഹിമ എന്നുള്ള മാനദണ്ഡം കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ സാധ്യമല്ല. അപ്പൊ തഖ്വയുള്ള ഒരു സാധാരണക്കാരൻ തഖ്വയില്ലാത്ത പ്രവാചക കുടുംബാംഗത്തെക്കാൾ അള്ളാന്റെ കണ്ണിൽ ശ്രേഷ്ഠനായിരിക്കും. കാരണം അള്ളാന്റെ അടുക്കൽ ശ്രേഷ്ഠത അളക്കാനുള്ള മാനദണ്ഡം എന്നുള്ളത് തഖ്വ മാത്രമാണ്. സ്വഹീഹായിട്ടുള്ള ഹദീസിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് നമ്മളെ ഉണർത്തി, മൻ ബത്തഅ ബിഹി അമലുഹു ലം യുസ്രിഅ ബിഹി നസബുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ കർമ്മമില്ലാതെ മരണാന്തര ജീവിതത്തിൽ വന്നാൽ അയാളുടെ നസബ് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അയാളുടെ കുടുംബ ശ്രേഷ്ഠതയോ കുടുംബ മഹിമയോ വെച്ചുകൊണ്ട് ഒരാൾക്കും മരണാനന്തര ജീവിതത്തിൽ മുന്നേറാൻ സാധ്യമല്ല എന്നുള്ള. ഇപ്പൊ കർമ്മവും വിശ്വാസവും അതിന്റെ കൂടെ അയാൾ പ്രവാചക കുടുംബാംഗം കൂടെ ആണെങ്കിൽ, അല്ലെങ്കിൽ ശ്രേഷ്ഠമായിട്ടുള്ള കുടുംബാംഗം കൂടെ ആണെങ്കിൽ, നൂറുൻ അലാ നൂർ, തീർച്ചയായിട്ടും അള്ളാന്റെ കണ്ണിൽ അങ്ങേയറ്റം ശ്രേഷ്ഠതയുണ്ട് എന്നുള്ള. പക്ഷെ അതേ സന്ദർഭത്തിൽ വിശ്വാസമില്ലാതെ കർമ്മമില്ലാതെ പ്രവാചക കുടുംബമാണെന്നുള്ള ലേബലിൽ ഒരാൾക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല. അങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നെങ്കിൽ അതിന് ഏറ്റവും യോഗ്യം നമുക്കറിയാം അബൂ ത്വാലിബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ജീവിതത്തിലുടനീളം സംരക്ഷിക്കപ്പെട്ട, ജീവിതത്തിന്റെ നല്ലൊരു ഘട്ടം വരെ നിർണായക ഘട്ടത്തിൽ പ്രവാചകനെ സംരക്ഷിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ അന്ത്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരത്തെ പറഞ്ഞ ആയത്ത് ഇറങ്ങിയ സന്ദർഭത്തിൽ സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ അൻദിർ അശീറത്തക്കൽ അഖ്റബീൻ, പ്രവാചകരെ താങ്കളുടെ കുടുംബത്തെ വിളിച്ചുകൊണ്ട് അവർക്ക് നീ താക്കീത് നൽകുക എന്നുള്ള കൽപ്പന അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ഗോത്രക്കാരെ വിളിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തു. അവസാനമായിട്ട് ഹദീസിൽ കാണാൻ സാധിക്കും, അവസാനമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകളെ വിളിച്ചുകൊണ്ട്, യാ ഫാത്തിമത ബിൻത് മുഹമ്മദ്, ഓ മുഹമ്മദിന്റെ മകൾ ഫാത്തിമ, അൻഖിദി നഫ്സകി മിനന്നാർ, നീ നിന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് നീ സംരക്ഷിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫഇന്നി ലാ അംലികു ലക്കി മിനല്ലാഹി ശൈഅ, അന്നത്തെ ദിവസം അള്ളാഹുവിന്റെ കോടതിയിൽ അന്യായമായിട്ട് ഒന്നും നിനക്ക് നേടിത്തരാൻ സാധ്യമല്ല. അപ്പൊ സ്വന്തം കർമ്മങ്ങള്, സ്വന്തം പ്രവൃത്തി അതുണ്ടെങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ കണ്ണിൽ നമ്മൾ രക്ഷപ്പെടൂ എന്നുള്ള. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം തീർച്ചയായിട്ടും അവരെ നമ്മൾ ആദരിക്കുന്നുണ്ട്, അവർക്ക് ശ്രേഷ്ഠതയുണ്ട്, അവർ അള്ളാഹിന്റെ മാർഗത്തിൽ അടിയുറച്ച് നിലകൊള്ളുന്ന ആളുകളാണെങ്കിൽ. ഏറ്റവും നല്ല ഒരു കുടുംബമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തത്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വീഴുന്ന സന്ദർഭത്തിൽ മക്കയുടെ നേതൃത്വം അവരിൽ ഖുറൈശികളായിരുന്നു. അതായിരുന്നു മക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കഅബയുടെ സംരക്ഷകര് ഖുറൈശി ഗോത്രക്കാരായിരുന്നു. അപ്പൊ അവര് ഒരു സുപ്രഭാതത്തിൽ അതേ രൂപത്തിൽ മക്കയുടെ നേതൃത്വ പദവിയിലേക്ക് എത്തിയതല്ല, മറിച്ച് ആ ഖുറൈശികളെ മക്കയുടെ നേതൃത്വ പദവിയിലേക്ക് കൊണ്ടുവരുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച പ്രവാചകന്റെ ചില മുൻഗാമികളുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് നമ്മൾ തീർച്ചയായിട്ടും അറിയേണ്ടതുണ്ട്. അതറിയുന്ന സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി എങ്ങനെയാണ് ആ ഭൂമി പാകമാക്കി കൊണ്ടുവന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള. യഥാർത്ഥത്തിൽ മക്കയുടെ അധികാരം ഖുറൈശികളിലേക്ക് എത്തിക്കുന്ന നേരത്തെ 4-ാമത്തെ എപ്പിസോഡിൽ 4-ാമത്തെ ഭാഗത്ത് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. യഥാർത്ഥത്തിൽ മക്കയുടെ അധികാരികൾ ഖുസാഅ ഗോത്രക്കാരായിരുന്നു. ഖുസാഅ എന്നുള്ളത് ഫിഹറിന്റെ പിൻഗാമികളായിട്ട് കടന്നുവരുന്ന ഗോത്രമല്ല. ഫിഹറിന്റെ പിൻഗാമികളായിട്ട് കടന്നുവരുന്ന, അതായത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിൽ വന്ന ജുർഹും,
ആ ജുർഹും ഗോത്രക്കാരെ തുരത്തി ഓടിച്ചുകൊണ്ട് മക്കയുടെ അധികാരം ആദ്യകാലത്ത് കൈയടക്കി വെച്ചത് ഖുസാ ഗോത്രക്കാരായിരുന്നു. ബനു ഖുസാ എന്നറിയപ്പെടുന്ന ഗോത്രമായിരുന്നു കാലങ്ങളോളം മക്ക ഭരിച്ചിരുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി ഒരിക്കൽ കൂടെ ആവർത്തിക്കണം. നാലാമത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മരണശേഷം, അദ്ദേഹത്തിന്റെ കാലശേഷം പിന്നീട് മക്ക ഭരിച്ചിരുന്ന അല്ലെങ്കിൽ മക്കയുടെ അധികാരം ജുർഹും ഗോത്രക്കാരുടെ കയ്യിലായിരുന്നു. ജുർഹും ഗോത്രം നമുക്കറിയാം, അവര് ഖഹ്താനി അറബികളാണ്. അവര് മക്കയിലേക്ക് താമസം മാറി. പിന്നീട് നമുക്കറിയാം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിവാഹം കഴിക്കുന്നതെല്ലാം ജുർഹും ഗോത്രത്തിലുള്ള സ്ത്രീ. അതെല്ലാം നമ്മൾ അവിടെ പറഞ്ഞിരുന്നു. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലശേഷം മക്കയുടെ അധികാരികളായിട്ട് വരുന്നത് ജുർഹും ഗോത്രക്കാരാണ്. പിന്നീട് കാലങ്ങൾ പിന്നിട്ട സന്ദർഭത്തിൽ ജുർഹും ഗോത്രക്കാരുടെ തെറ്റായിട്ടുള്ള നടപടിയെല്ലാം കാരണം മക്കയിലുള്ള ഇതര ഗോത്രങ്ങൾ പുറത്തുള്ള ഒരു ഗോത്രത്തിന്റെ സഹായത്തോടു കൂടെ ജുർഹുമുകാരെ മക്കയിൽ നിന്ന് ഓടിക്കുന്നുണ്ട്. ആ പുറത്തുള്ള ഗോത്രത്തിന്റെ പേരാണ് ഖുസാ ഗോത്രം, ബനു ഖുസാ. ആ ബനു ഖുസാ ജുർഹുമുകാർ അവിടെ നിന്ന് ആട്ടി ഓടിച്ച് അതിനുശേഷം മക്കയുടെ അധികാരം, ആധിപത്യം പിന്നീട് അവരുടെ കൈകളിലായിരുന്നു, ബനു ഖുസാക്കാരുടെ കയ്യിലായിരുന്നു. അപ്പൊ ബനു ഖുസാക്കാരാണ് കാലങ്ങളോളായിട്ട് മക്ക ഭരിച്ചുകൊണ്ടിരുന്നത്, നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ബനു ഖുസാക്കാര് മക്ക ഭരിക്കുന്ന ആ സന്ദർഭത്തിൽ ഖുറൈശി ഗോത്രങ്ങളെല്ലാം മക്കൾക്ക് പുറത്ത് വ്യത്യസ്ത ദേശങ്ങളിലായിട്ട്, വ്യത്യസ്ത പ്രദേശങ്ങളിലായിട്ട് ചിന്ന ഭിന്നമായിട്ട് ഓരോ പ്രദേശത്തായിട്ട് അവര് ജീവിക്കുകയായിരുന്നു. അപ്പൊ ചിന്ന ഭിന്നമായിട്ടുള്ള അവരെല്ലാം ഒന്നിപ്പിച്ച് മക്കയുടെ അധികാരം അല്ലെങ്കിൽ മക്കയുടെ ആധിപത്യം ഖുസാ ഗോത്രക്കാരിൽ നിന്നും ഖുറൈശികളിലേക്ക് തിരിച്ചു പിടിച്ചത് അല്ലെങ്കിൽ ഖുറൈശി കരങ്ങളിലേക്ക് തിരിച്ചെത്തിച്ചത് ഖുസൈ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഖുസൈ എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 5ാമത്തെ പിതാവായിട്ട് കടന്നു വരുന്ന വ്യക്തി. നേരത്തെ ഞാൻ പറഞ്ഞു, മുഹമ്മദ് ഇബ്നു അബ്ദുല്ല ഇബ്നു അബ്ദുൽ മുത്തലിബ് ഇബ്നു ഹാഷിം ഇബ്നു അബ്ദു മനാഫ് ഇബ്നു ഖുസൈ. പ്രവാചകന്റെ 5ാമത്തെ പിതാവായിട്ട് കടന്നു വരുന്ന ആ ഖുസൈയാണ് യഥാർത്ഥത്തിൽ ഖുറൈശികളുടെ കയ്യിലേക്ക് മക്കയുടെ അധികാരം എത്തിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ, നേരത്തെ പറഞ്ഞു, അദ്ദേഹത്തെ ചില ആളുകൾ ഖുറൈശൽ അസ്ഗർ അല്ലെങ്കിൽ ചെറിയ ഖുറൈശ് എന്ന അദ്ദേഹത്തെ വിശേഷിപ്പിക്കാനുള്ള കാരണം ഖുറൈശി ചരിത്രത്തിൽ ഒരു ഹീറോയാണ് യഥാർത്ഥത്തിൽ ഖുസൈ, പ്രവാചകന്റെ 5ാമത്തെ തലമുറ. അപ്പൊ അദ്ദേഹം എങ്ങനെയാണ് ഈ ഖുസാ ഗോത്രക്കാരിൽ നിന്നും ഖുറൈശികളിലേക്ക് അധികാരം എത്തിച്ചത്, എങ്ങനെയാണ് വളരെ സമർത്ഥമായിട്ടുള്ള ചില നീക്കങ്ങളാണ് അദ്ദേഹം അതിന് നടത്തിയത്. അതുമെല്ലാം ഇബ്നു ഹിഷാം അദ്ദേഹത്തിന്റെ സീറത്തുൻ നബവിയിൽ സൂചിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. എന്താണ് അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ, വളരെ ചുരുങ്ങിയ രൂപത്തിൽ അദ്ദേഹം അത്രയും കാലം മക്ക ഭരിച്ചുകൊണ്ടിരുന്ന ആ ഖുസാ ഗോത്രത്തലവനായിരുന്ന ഹുലൈലിന്റെ മകളായിരുന്ന ഹുബ്ബ, ആ ഹുബ്ബയെ അദ്ദേഹം വിവാഹം കഴിക്കാൻ, ഖുസാ ഗോത്രക്കാരുടെ തലവനായിരുന്ന ഹുലൈലിന്റെ മകളെ ഈ ഖുസൈ അദ്ദേഹം വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചതോടുകൂടെ മെല്ലെ അദ്ദേഹം ആ ഗോത്രത്തിൽ അല്ലെങ്കിൽ ആ കുടുംബത്തിലേക്ക് അദ്ദേഹം കയറി ചെന്നു, അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗമായി. പിന്നീട് ഈ ഹുലൈൽ, അതായത് ഖുസാ ഗോത്രത്തലവനായിരുന്ന ഹുലൈൽ മരണപ്പെട്ടതോടുകൂടെ അദ്ദേഹത്തിന് നിരവധി പുത്രന്മാരുണ്ട്. പക്ഷെ ആ പുത്രന്മാരൊന്നും അത്ര മിടുക്കരല്ല, സമർത്ഥരല്ല. ആ പുത്രന്മാർക്കിടയിൽ അവരെക്കാൾ സമർത്ഥനായിരുന്നു ഈ ഹുലൈലിന്റെ മരുമകനായിട്ട് കടന്നു വരുന്ന ഖുസൈ. ആ ഈ ഒരു സന്ദർഭം അദ്ദേഹം ജനങ്ങളെല്ലാം കയ്യിലെടുത്ത്, മാത്രമല്ല അദ്ദേഹം മക്കൾക്ക് പുറത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത ഖുറൈശി ഗോത്രങ്ങളെല്ലാം അദ്ദേഹം ഒരുമിച്ച് കൂട്ടി ഖുസാ ഗോത്രക്കാരെ ആ കൃത്യ സന്ദർഭത്തിൽ അദ്ദേഹം നേരിട്ടു. അതിനുശേഷം അവിടെ നിന്നും അവരെ തുരത്തി ഓടിച്ചതിന് ശേഷം മക്കയുടെ അധികാരം ഖുറൈശികളുടെ കയ്യിലേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു, ഖുറൈശ് എന്നുള്ള പദത്തിന്റെ അർത്ഥം പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഒരർത്ഥം ഒരുമിച്ച് കൂട്ടുക, അദ്ദേഹം ആ ഒരുമിച്ച് കൂട്ടുന്നുണ്ട്. അതേപോലെ തന്നെ കീഴടക്കുക, അതും ആ ഒരു അർത്ഥം എല്ലാം ഇവിടെ പ്രതിഫലിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതോടുകൂടി അതായത് ഈ ബനൂ ഖുസാഅക്കാരെ അവിടെ നിന്നും, അതായത് ഏകദേശം 300 വർഷത്തോളായിട്ട് മക്കയിൽ അവർക്കായിരുന്നു ആധിപത്യം. ആ ആധിപത്യം എല്ലാം നശിച്ച് ഖുസാ ഗോത്രക്കാർ അവിടെ നിന്നും ഓടി അവസാനം ഖുറൈശികൾക്ക് മക്കയുടെ അധികാരം തിരിച്ചു ലഭിക്കുകയാണ്. അതിനുള്ള കാരണം ഈ ഖുസൈയാണ്. ഖുസൈ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. പിന്നീട് പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം, ഖുസൈന്റെ കാലത്ത് പ്രധാനമായിട്ട് അദ്ദേഹം ചെയ്ത മറ്റൊരു സംഭവം എന്താന്ന് വെച്ചാൽ, അദ്ദേഹം കഅബാലയത്തിന്റെ വടക്ക് ഭാഗത്തായിട്ട് ദാറുൻ നദ്വ എന്നറിയപ്പെടുന്ന ഒരു ഖുറൈശി പാർലമെന്റ് അദ്ദേഹം സ്ഥാപിച്ചു എന്നുള്ളതാണ്. ഒരു വലിയ കെട്ടിടം അദ്ദേഹം, ഖുറൈശി പാർലമെന്റ്, അതായത് പ്രധാനപ്പെട്ട ഖുറൈശികളുടെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അവിടെയാണ് അവരെ സംഗമിക്കുക. അടിയന്തര കാര്യങ്ങളെ ചർച്ച ചെയ്യാനും അതേപോലെ തന്നെ വിവാഹമെല്ലാം പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യാനെല്ലാം അവര് ഒത്തുചേരുന്ന ഒരു കേന്ദ്രമാണ് ദാറുൻ നദ്വ. ആ ദാറുൻ നദ്വ, അതായത് അവിടെ വെച്ചിട്ട് അവര് മുഴുവൻ ഖുറൈശി പ്രധാനപ്പെട്ട കുടുംബാംഗങ്ങളെല്ലാം സംഗമിച്ച് മീറ്റിംഗ് ചെയ്ത് അവിടെ വെച്ചിട്ടാണ് തീരുമാനം എടുക്കുക. അപ്പൊ ആ ഒരു കെട്ടിടം, ദാറുൻ നദ്വ എന്നറിയപ്പെടുന്ന കെട്ടിടം
സ്ഥാപിച്ചതും ഈ ഖുസൈയാണ്. ഖുസൈ എന്നറിയപ്പെടുന്ന പ്രവാചകന്റെ 5ാമത്തെ പിതാമഹനാണ്. അതേപോലെ തന്നെ അദ്ദേഹം ഓരോ കാര്യങ്ങൾ അതായത് കഅബയുടെ അധികാരം അവർക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഓരോ ആളുകൾക്ക്, ഓരോ ഗോത്രക്കാർക്ക്, വ്യത്യസ്ത ഖുറൈശി ഗോത്രങ്ങൾക്ക് ഓരോ ചുമതല അദ്ദേഹം നൽകിയെന്നുള്ളതാണ്. ഹാജിമാരെ പ്രത്യേകം സ്വീകരിക്കുക, അതേപോലെ തന്നെ ഹാജിമാർക്ക് പ്രത്യേകമായിട്ട് അവർക്ക് വെള്ളവും അതേപോലെ തന്നെ ഭക്ഷണം എല്ലാം ഫ്രീ ആയിട്ട് നൽകാനുള്ള നടപടിയെല്ലാം ഖുസൈ എന്നറിയപ്പെടുന്ന ഖുസൈ ഇബ്നു കിലാബ് പ്രവാചകന്റെ 5ാമത്തെ പിതാമഹൻ തുടങ്ങി വെച്ചു എന്നുള്ള. അതിനുവേണ്ടി അവരൊരു പ്രത്യേക നികുതിയെല്ലാം ഖുറൈശി ഗോത്രങ്ങളിൽ നിന്നും റഫാദ എന്ന പേരിൽ ഒരു പ്രത്യേക നികുതിയെല്ലാം ഏർപ്പെടുത്തിയതായിട്ടെല്ലാം ചരിത്ര ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ പ്രത്യേകമായിട്ട് അതായത് ഹാജിമാർക്ക് വെള്ളം നൽകുക, അതെല്ലാം പ്രത്യേകമായിട്ട് അദ്ദേഹം ചുമതലപ്പെടുത്തിയെന്ന് നാം പറഞ്ഞു. ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകമായിട്ട് നിങ്ങൾ ഓർക്കേണ്ടത്, നേരത്തെ 4ാമത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു, സംസം ആ സന്ദർഭത്തിൽ അവിടെ ഇല്ല. കാരണം ഖുസാഅക്കാര് ജുർഹുമകാരെ തുരത്തി ഓടിച്ച സന്ദർഭത്തിൽ ആ ജുർഹുമകാർ അവസാനം ചെയ്ത ഒരു പണി, അവർ ഒപ്പിച്ച ഒരു പണി നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അവര് ആ സംസം കിണറിലേക്ക് അവരുടെ കയ്യിലുള്ള സ്വർണം അതെല്ലാം ഇട്ട് മൂടി, അവര് ആ സംസം കിണർ മൂടിയതിനു ശേഷമാണ് അവര് മക്കയിൽ നിന്ന് രക്ഷപ്പെട്ടത്. അപ്പൊ 13 വർഷത്തോളമായിട്ട് സംസം കിണർ എവിടെയാണ്, അതിന്റെ ലൊക്കേഷൻ ഒരാൾക്കും അറിയില്ല. ആ ഒരു കാലഘട്ടത്തുടനീളം മക്കയിൽ വെള്ളമില്ല. സംസം കിണർ ഒരാൾക്കും അറിയില്ല എവിടെയാണുള്ളതെന്ന്. പല ആളുകളും അത് മറന്നുപോയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാലഘട്ടം ഹുജ്ജാജുകളായിട്ടുള്ള അല്ലെങ്കിൽ ഹജ്ജിന് വരുന്ന ആളുകൾക്ക് ദൂരപ്രദേശങ്ങളിൽ നിന്നെല്ലാം അവര് വെള്ളം എടുത്തു കൊണ്ടുവന്നിട്ട് അവിടെ ഹജ്ജിന് വരുന്ന ആളുകൾക്ക് അവര് സൗജന്യമായിട്ട് വിതരണം ചെയ്യാണ് ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്, അത്രയേറെ അവര് ഹാജിമാരെ സേവിച്ചു. അത് മാത്രമല്ല, പ്രത്യേകമായിട്ട് ഹാജിമാരുടെ കാര്യത്തിലെല്ലാം അവരൊരു ശ്രദ്ധ പുലർത്തി എന്നുള്ളതാണ്. അപ്പൊ ഈ ശ്രദ്ധ പുലർത്തുക അല്ലെങ്കിൽ അവരെ പ്രത്യേകമായിട്ടുള്ള പരിഗണിക്കാൻ വേണ്ടിയുള്ള തുടക്കട്ടതെല്ലാം ഈ ഖുസൈയാണ്. അതുകൊണ്ട് തന്നെ ഖുസൈനെ അവർ അങ്ങേയറ്റം ആദരിച്ചത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ വാക്കുകൾ അവർ മതനിയമം പോലെ അവർ പിന്തുടർന്നു എന്നുള്ള അങ്ങേയറ്റം ആദരിച്ചു. അവസാനം ഖുസൈ അദ്ദേഹം മരണപ്പെടുകയാണ്. ഖുസൈ മരണപ്പെട്ട് ഖുസൈനെ അവര് ഖബറടക്കുന്നത് മക്കയിൽ, നമുക്കറിയാം, മക്കയിൽ പ്രസിദ്ധമായിട്ടുള്ള ഖബറിസ്ഥാൻ ഹുജൂൻ അല്ലെങ്കിൽ ഹജൂൻ എന്നറിയപ്പെടുന്ന ആ ഖബറിസ്ഥാൻ, അത് പിൻകാലത്ത് അത് മുഅല്ല അല്ലെങ്കിൽ ജന്നത്തുൽ മുഅല്ല എന്ന പേരിലാണ് അത് പിൻകാലത്ത് അറിയപ്പെട്ടത്. ഹുജൂൻ എന്നറിയപ്പെടുന്ന ആദിമകാലത്ത് മക്കയിലുണ്ടായിരുന്ന ഖബറിസ്ഥാൻ, അവിടെയാണ് അവര് ഖുസൈ ഇബ്നു കിലാബ്, അതായത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 5ാമത്തെ പിതാമഹ അവര് ഖബറടക്കിയത്. ഖുസൈന്റെ മരണശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ മകനായ അബ്ദു മനാഫാണ് പിന്നീട് അധികാരത്തിൽ വരുന്നത്. അബ്ദു മനാഫ്, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മുഗീറ എന്നാണ്. അദ്ദേഹം അതിസുന്ദരനായിട്ടുള്ള യുവാവായിരുന്നത് മാത്രമല്ല വളരെ നല്ല നേതാവായിരുന്നു. അപ്പൊ പിതാവ് ഖുസൈ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിന് അദ്ദേഹത്തിന്റെ ആ നേതൃത്വ പാഠം അവിടെയുള്ള ആളുകൾക്ക് ബോധ്യപ്പെട്ടിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഖുസൈ മരണപ്പെട്ട സന്ദർഭത്തിൽ അടുത്ത നേതാവായിട്ട് ആരെ തെരഞ്ഞെടുക്കും എന്നുള്ളതിൽ അവർക്ക് കൂടുതലൊന്നും ചർച്ച ചെയ്യേണ്ടി വന്നില്ല. അവര് അബ്ദു മനാഫിനെ നേതാവായിട്ട് തെരഞ്ഞെടുത്തു എന്നുള്ള വളരെ നല്ല രൂപത്തിൽ അദ്ദേഹം അവരെ ഭരിച്ച ആളുകളെല്ലാം അദ്ദേഹത്തെ അങ്ങേയറ്റം ആദരിച്ചു, സ്നേഹിച്ചു. അവസാനം അബ്ദു മനാഫ് മരണപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട 2 സന്താനങ്ങൾ സ്ലൈഡിൽ കാണാൻ സാധിക്കും. ഒന്ന് ഹാഷിം, മറ്റൊന്ന് അബ്ദുഷംസിലേക്ക് പിന്നീട് നമ്മൾ വരും. ഹാഷിമിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഹാഷിം വളരെ പ്രധാനപ്പെട്ട, അതായത് മക്കയുടെ ഖുറൈശികളുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് കടന്നുവരുന്ന സുപ്രധാനമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഹാഷിം. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ഹദീസിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസ്തഫ ഹാഷിം മിൻ ഖുറൈശ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുറൈശികളിൽ നിന്നും ഹാഷിമിനെ തെരഞ്ഞെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രം ബനു ഹാഷിം ഗോത്രം എന്നെല്ലാം അതെല്ലാം അറിയപ്പെടാൻ കാരണം എന്താ? അത്രയേറെ പ്രധാനപ്പെട്ട റോളാണ് ഹാഷിം നിർവഹിക്കുന്നത്. എന്താണ് അദ്ദേഹം ചെയ്തത്? അതിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം, ഹാഷിം എന്നുള്ളത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വിളിപ്പേരാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള പേര് അമ്ർ എന്നാണ്. പിന്നീട് അദ്ദേഹത്തിന് ഹാഷിം എന്നുള്ള പേര് ലഭിക്കാനുള്ള കാരണം പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്, ഹാഷിം വളരെയധികം അങ്ങേയറ്റം ഉദാരശീലനായിട്ടുള്ള വ്യക്തിയായിരുന്നു. അക്കാലഘട്ടത്ത് ഹജ്ജിന് വരുന്ന വ്യത്യസ്ത പ്രദേശത്ത് നിന്നെല്ലാം ഹജ്ജിനെത്തുന്ന ആളുകൾക്കെല്ലാം സ്വയം കൈകൊണ്ട് അദ്ദേഹം റൊട്ടി പൊടിച്ച് നുറുക്കി അതിലേക്ക് മാംസം ചേർത്ത് ഒരു പ്രത്യേക ഭക്ഷണം ഉണ്ടാക്കി അവർക്കെല്ലാം അദ്ദേഹം വിതരണം ചെയ്യുമായിരുന്നു. പഴയകാലത്ത് അറബികൾ ഉണ്ടാക്കുന്ന സരീദ് എന്നറിയപ്പെടുന്ന ഒരു ഭക്ഷണമുണ്ട്. അപ്പൊ ഇന്നത്തെ ഏകദേശം നമ്മുടെ ഒരു ബിരിയാണിക്ക് തുല്യമായിട്ട് അക്കാലഘട്ടത്ത് അവരുടെ ബിരിയാണി. ഇപ്പൊ ബിരിയാണി എന്ന് പറയുമ്പോ നമ്മുടെ മുഖ്യ ഭക്ഷണമായിരുന്ന അരിഭക്ഷണം, ആ അരിഭക്ഷണത്തിലേക്ക് മാംസം നമ്മൾ ചേർത്തിട്ടാണ് നമ്മളത് ഉണ്ടാക്കാറുള്ളത്. അതേപോലെ തന്നെ അക്കാലഘട്ടത്ത് അവരുടെ മുഖ്യ ഭക്ഷണമായിരുന്ന റൊട്ടി, ആ റൊട്ടി പൊടിച്ച് നുറുക്കി അതിലേക്ക് മാംസം ചേർത്ത് അവരുണ്ടാക്കിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് സരീദ്. അപ്പൊ സ്വഹീൽ ബുഖാരിയിലെല്ലാം ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഫളാഇൽ സൂചിപ്പിച്ച, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ശ്രേഷ്ഠത പറഞ്ഞ സന്ദർഭത്തിൽ സരീദ് ഭക്ഷണത്തോട് ഉപമിക്കുന്ന ഹദീസ് എല്ലാം കാണാൻ സാധിക്കും.
ഈ രൂപത്തിൽ അദ്ദേഹം സ്വയം കൈകൊണ്ട് റൊട്ടി പൊടിച്ച് മാംസം ചേർത്തിട്ട് അദ്ദേഹം സരീദ് ഉണ്ടാക്കി ഹുജ്ജാജികൾക്ക്, ഹാജിമാർക്കെല്ലാം അദ്ദേഹം ഫ്രീ ആയിട്ട് വിതരണം ചെയ്തു. അപ്പൊ അറബി ഭാഷയിൽ പൊടിക്കുക അല്ലെങ്കിൽ നുറുക്കുക എന്നുള്ളതിന്റെ അറബിയിലുള്ള പദം ഹശമ എന്നാണ്. ഹശമ, ഗ്രൈൻഡ് ചെയ്യുക. ഈ ഹശമ എന്നുള്ള ആ പദം ഉത്ഭവിച്ചിട്ട് അല്ലെങ്കിൽ അതിൽ നിന്നാണ് പിന്നീട് ഹാഷിം എന്നുള്ള പേര് അദ്ദേഹത്തിന് ലഭിക്കാനുള്ള കാരണം. അപ്പൊ അദ്ദേഹം ഇതേ രൂപത്തിൽ ഹാജിമാരെ സേവിച്ചു. അതൊന്നല്ല, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ എന്നുള്ളത് മക്കയുടെ സാമ്പത്തിക ഭദ്രത ഏറ്റവും രൂപത്തിൽ ഉയർന്ന രൂപത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് ഹാഷിമിനാണ്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു, ഖുസൈ അധികാരം തിരിച്ചു പിടിച്ചു. അതായത് പൊളിറ്റിക്കൽ രംഗത്ത് ഖുറൈശികൾക്ക് പവർ ഖുസൈ തിരിച്ചു പിടിച്ചു. പക്ഷേ അധികാരം കൊണ്ട് മാത്രം കാര്യമില്ല. ഒരു നാട് നല്ല രൂപത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ അതിനെ ഭരിക്കാൻ ആവശ്യമായിട്ടുള്ള റിസോഴ്സ് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് രംഗം അഭിവൃദ്ധിപ്പെടേണ്ടതുണ്ട്. അപ്പൊ എക്കണോമിക് ലെവൽ ഏറ്റവും വലിയൊരു ഉയർച്ച സാധിച്ചത് ഹാഷിമിലൂടെയാണ്. എന്താണ് അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ നമുക്കറിയാം, അക്കാലഘട്ടത്ത് അവിടെ ഉണ്ടായിരുന്ന ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് അല്ലെങ്കിൽ അവര് സമ്പത്ത് കണ്ടെത്തിയിരുന്ന അവരുടെ മാർഗം എന്നുള്ളത് വ്യാപാരമാണ്. മദീനക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് കൃഷിക്കാരായിരുന്നു. മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട സമ്പത്തിനെ അവർ ആശ്രയിച്ചിരുന്ന മാർഗം എന്നുള്ളത് വ്യാപാരമാണ്. കച്ചവട ചരക്കുകൾ വ്യത്യസ്ത ഭാഗത്തേക്ക് പോവുകയാണ് ചെയ്യുക. ഈ രൂപത്തിൽ ഹാഷിം ചെയ്ത ഒരു പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ, പരിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ സൂറത്തുൽ ഖുറൈശിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇലാഫിഹിം റിഹ്ലത ശിത്വാഇ വസ്സൈഫ്. ശൈത്യകാലത്തും ഉഷ്ണകാലത്തുള്ള 2 യാത്രകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ 2 കച്ചവട യാത്രകൾ ആരംഭിച്ചത് ഹാഷിമായിരുന്നു. പ്രത്യേകം മനസ്സിലാക്കുക. അതായത് അക്കാലത്ത് മക്കയിൽ ഒരു വലിയ ക്ഷാമം ബാധിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ തലയിൽ ഉദിച്ച ഒരു ആശയായിരുന്നു ഈ 2 യാത്രകൾ. 2 യാത്രകൾ എന്താന്ന് വെച്ചാൽ, ഉഷ്ണകാലത്ത് അവർ സിറിയയിലേക്ക് പോകും, ശൈത്യകാലത്ത് തണുപ്പുള്ള കാലത്ത് അവർ യമനിലേക്കും പോകും എന്നുള്ള ഈ 2 യാത്രകളിലൂടെ ഉണ്ടായിരുന്ന നേട്ടം എന്താണെന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അതായത് ഈ 2 യാത്രയിലൂടെ അവർക്ക് ലോകത്തിന്റെ പ്രധാനപ്പെട്ട വ്യാപാര മേഖലകളുമായിട്ടെല്ലാം ഒരു ബന്ധം, ഒരു കണക്ഷൻ അറേബ്യക്ക് വരികയാണ്. കാരണം സിറിയയിലേക്കുള്ള യാത്ര, സിറിയൻ പോർട്ടിലേക്ക് അക്കാലഘട്ടത്ത് ലോകത്തിന്റെ യൂറോപ്പിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നെല്ലാം എത്തുന്ന വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം സിറിയൻ പോർട്ടിലേക്ക് എത്തും, സിറിയയിലേക്ക് ഇമ്പോർട്ട് ചെയ്യപ്പെടും. അതേപോലെ തന്നെ യമനിലേക്ക് ലോകത്തിലെ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നെല്ലാം ഇന്ത്യയിൽ നിന്നെല്ലാം വിലപിടിപ്പുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളും ഇതേ രൂപത്തിലുള്ള അപൂർവ വസ്തുക്കൾ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നെല്ലാം യമനിലെ പോർട്ടിലേക്ക് എത്തും. ഈ 2 യാത്രകളിലൂടെ യഥാർത്ഥത്തിൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 4 മാർക്കറ്റുകളുമായിട്ട് അറബ് ലോകത്തിന് അല്ലെങ്കിൽ അവർക്കൊരു കണക്ഷൻ ലഭിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്കറിയാം, പഴയകാലത്ത് ഈസ്റ്റിനും വെസ്റ്റിനെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ട്രേഡ് റൂട്ടുണ്ട്. അതായത് കരയിലൂടെയും കടയിലൂടെ ആയിട്ടെല്ലാം മൊത്തം 8000 കിലോമീറ്ററോളം നീണ്ടു നടക്കുന്ന ആ ഒരു ട്രേഡിംഗ് നെറ്റ്വർക്ക്, സിൽക്ക് റോഡ് എന്നറിയപ്പെടുന്ന ആ വ്യാപാര ശൃംഖല, ചൈന മുതൽ യൂറോപ്പ് വരെ നീണ്ടു കിടക്കുന്ന ആ ട്രേഡ് റൂട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സിൽക്ക് റൂട്ട് എന്ന് പേര് വരാനുള്ള കാരണം മനസ്സിലാക്കിയിരിക്കുക. അതായത് പഴയകാലത്ത് ചൈനയാണ് യഥാർത്ഥത്തിൽ സിൽക്ക് നിർമ്മിക്കുന്ന, സിൽക്കിന്റെ നിർമ്മാണത്തിന്റെ രഹസ്യം ചൈനക്കാർക്ക് മാത്രം അറിയുന്ന, സിൽക്ക് മാത്രമല്ല പലതും, ഇപ്പൊ പേപ്പറെല്ലാം ആദ്യമായിട്ട് കണ്ടെത്തിയതും പേപ്പറിന്റെ നിർമ്മാണ വിദ്യ ചൈനക്കാർക്ക് മാത്രം അറിയാവുന്ന രഹസ്യമായിരുന്നു. പിന്നീട് ഇസ്ലാമിക ലോകത്തേക്ക് ത്വലാസി യുദ്ധത്തിലൂടെയാണ് ഇസ്ലാമിന്റെ കൈകളിലേക്ക് ആ രഹസ്യം കൈമാറുന്നത്. അതേ രൂപത്തിൽ പഴയകാലത്ത് സിൽക്ക് നിർമ്മാണ വിദ്യ ചൈനക്കാർക്ക് മാത്രം അറിയാവുന്ന രഹസ്യമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഇതേ രൂപത്തിൽ നിരവധി പട്ടുവസ്ത്രങ്ങളെല്ലാം നിർമ്മിച്ച് ഈ റൂട്ടിലൂടെ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗത്തുള്ള മാർക്കറ്റിലേക്ക് അവർ എത്തിച്ചിരുന്നു. അതുകൊണ്ടാണ് അതിന് സിൽക്ക് റോഡ് എന്ന് പേര് വരാനുള്ള കാരണം. അപ്പൊ ഇതേ രൂപത്തിൽ അറേബ്യയിൽ നിന്നും പ്രധാനമായിട്ടും ആ ഒരു ട്രേഡ് നെറ്റ്വർക്ക് വഴി ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാരികൾ അറേബ്യൻ ദേശത്തുള്ളത് യമനികളാണ്, യമനിൽ നിന്നുള്ള ആളുകളാണ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, 4ാമത്തെ ഭാഗത്ത് പറഞ്ഞിരുന്നു, യമനിലുള്ള സബ ഗോത്രക്കാർ, ഷീബ രാജ്ഞിയുടെ വലിയ ഗോത്രം, അവരായിരുന്നു പ്രധാനപ്പെട്ട അറബ് ദേശത്തുള്ള വ്യാപാരികൾ. പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ നമുക്കറിയാം, ആ മആരിബ് അണക്കെട്ട് അത് തകർന്നതോടുകൂടെ യമന് നമുക്കറിയാം, യമൻ അതോടുകൂടെ തകർന്നു. പിന്നീട് അറബ് ദേശത്ത് നിന്നും അറേബ്യൻ ദേശത്തിൽ നിന്നും പ്രധാനപ്പെട്ട വ്യാപാരികളായിട്ട് ഖുറൈശികളായി മാറുകയാണ്. അറബികളുടെ നിയന്ത്രണത്തിലായ ആ കച്ചവട റൂട്ട് എന്നുള്ളതാണ്. എന്താണ് അറബികൾ പ്രധാനമായിട്ട് എന്താണ് ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് അറബികൾക്ക് എന്താണ് എക്സ്പോർട്ട് ചെയ്യാനുള്ളത്? പ്രത്യേകം മനസ്സിലാക്കണം. അറബ് ദേശത്ത് നിന്ന് അക്കാലഘട്ടത്ത് പ്രധാനമായിട്ടും അറബ് ദേശത്ത് നിന്ന് കയറ്റുമതി ചെയ്തിരുന്നത് ഈ
ലിബാൻ അല്ലെങ്കിൽ ഫ്രാങ്കിൻസെൻസ് എന്നറിയപ്പെടുന്ന കുന്തിരിക്കം, നമ്മുടെ മലയാളത്തിൽ കുന്തിരിക്കം എന്നാണ് അതിന് പറയാ, ബഹൂർ. അത് മരുഭൂമിയിലുള്ള ഒരു തരം വൃക്ഷമാണ്. അതിനെ നമ്മൾ റബ്ബറെല്ലാം കളക്ട് ചെയ്യുന്നത് പോലെ അതിലേക്ക് ഒരു വെട്ടി ഒരാഴ്ച കഴിഞ്ഞ് പോയി നോക്കിയാൽ അതിൽ നിന്ന് വരുന്ന ആ കറ ഉണങ്ങിക്കഴിഞ്ഞാൽ അതിലൂടെ ലഭിക്കുന്ന ആ കുന്തിരിക്കം എന്നറിയപ്പെടുന്ന ആ സാധനം, അത് അക്കാലഘട്ടത്ത് ഏറ്റവും സ്വർണത്തേക്കാൾ വിലപിടിപ്പുള്ള ഒരു വസ്തുവായിരുന്നു അക്കാലഘട്ടത്ത്. അപ്പൊ ഇന്ന് നമുക്കറിയാം അറബ് ദേശത്ത് നിന്ന് പ്രധാനമായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് ഓയിലാണ്. പക്ഷെ അക്കാലത്ത് ഓയിലിനേക്കാൾ വിലപിടിപ്പുള്ള സാധനമായിരുന്നു ഈ കുന്തിരിക്കം. ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഏറ്റവും ഡിമാൻഡുള്ള വസ്തുവായിരുന്നത് അക്കാലഘട്ടത്ത്. ഇപ്പൊ റോമും പേർഷ്യയിലെല്ലാം അവരുടെ ആരാധനാലയങ്ങളിലും ആരാധനാ സമ്പ്രദായങ്ങളിലൊന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമായിരുന്നു ഈ കുന്തിരിക്കം. എത്ര വില കൊടുത്ത് അവർ അക്കാലഘട്ടത്ത് അത് വാങ്ങിയിരുന്നു എന്നുള്ള. അത് ഇന്നത്തെ എണ്ണ പോലെ അറബ് ദേശത്തുനിന്ന് അക്കാലഘട്ടത്ത് അവർ കയറ്റുമതി ചെയ്തു എന്നുള്ള. ചുരുക്കത്തില് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ലോകത്തെ പ്രധാനപ്പെട്ട മാർക്കറ്റുകളുമായിട്ട് മക്കക്കാർക്ക് ആ യാത്രയിലൂടെ, ആ റിഹലത്തെ ഷിതായിലൂടെ അവർക്ക് ബന്ധിപ്പിക്കാൻ അല്ലെങ്കിൽ അവർക്ക് കണക്ട് ചെയ്യാൻ അവർക്ക് സാധ്യമായി എന്നുള്ളതാണ്. അതേപോലെ തന്നെ അതേ രൂപത്തിൽ അവർക്ക് കണക്ട് ചെയ്യാൻ സാധിച്ച സന്ദർഭത്തിൽ ലോകത്തിന്റെ വ്യത്യസ്ത പ്രദേശത്തുള്ള അപൂർവ വസ്തുക്കൾ, ഒരിക്കലും മക്കക്കാർക്ക് ലഭ്യമല്ലാത്ത നിരവധി വസ്തുക്കൾ, എല്ലാ വസ്തുക്കളും മക്കയുടെ മാർക്കറ്റിലേക്ക് എത്തി. മക്കയുടെ മാർക്കറ്റിലേക്ക് എത്തുന്ന സന്ദർഭത്തിലുള്ള ഒരു ഗുണം നമുക്കറിയാം. മക്ക എന്നുള്ളത് അറബ് ദേശത്തുള്ള വ്യത്യസ്ത ആളുകൾ സംഗമിക്കുന്ന ഒരു ഭൂമി കൂടെയാണ്. കാരണം അക്കാലഘട്ടം ജാഹിലിയ്യ കാലഘട്ടത്തും ഹജ്ജ് ഉംറയെല്ലാം ഉണ്ട്. അപ്പോൾ നിരവധി ആളുകൾ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങോട്ട് വരുന്ന സന്ദർഭത്തിൽ അവർക്ക് ലഭിക്കാത്ത ഇതേ രൂപത്തിലുള്ള അമൂല്യ വസ്തുക്കളെല്ലാം അവർ കച്ചവടം ചെയ്യാൻ അവർക്ക് അതിലൂടെ സാധിച്ചു. ക്രമേണ അറബ് ദേശത്തിന്റെ വാണിജ്യ തലസ്ഥാനം, എക്കണോമിക് ക്യാപിറ്റലായിട്ട് മക്ക മാറുകയാണ്. സുബ്ഹാനല്ലാഹ്. അത് മാത്രമല്ല, അക്കാലഘട്ടത്തിന് ഹാഷിം, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഹാഷിം, നമ്മൾ ഹാഷിമിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹാഷിം അറേബ്യക്ക് പുറത്തുള്ള നിരവധി രാജ്യങ്ങൾ അല്ലെങ്കിൽ ഗോത്രങ്ങളായിട്ടെല്ലാം അദ്ദേഹം വാണിജ്യ കരാറിലും ഏർപ്പെട്ടു എന്നുള്ളതാണ്. അദ്ദേഹം വാണിജ്യ കരാറിൽ ഏർപ്പെട്ടു. ഇതേ രൂപത്തിൽ നിരവധി അമൂല്യ വസ്തുക്കളെല്ലാം മക്കയിലേക്ക് എത്തി. പിന്നീട് പ്രധാനമായിട്ടും ഖുറൈശികൾക്കുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കിയ ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പ്ലസ് എന്താന്ന് വെച്ചാൽ, അക്കാലഘട്ടത്തിൽ ഇതേ രൂപത്തിൽ കച്ചവട യാത്രാ സംഘങ്ങൾക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഭീഷണിയാണ് കൊള്ള സംഘങ്ങൾ. വഴിയിലുണ്ട കാത്തിയോ ത്വരീഖ്, അതായത് ഹൈവേ റോബറി. ഇതേ രൂപത്തിൽ അവര് സുദീർഘമായിട്ടുള്ള യാത്ര പോകുന്ന സന്ദർഭത്തിൽ ഇതേ രൂപത്തിലുള്ള കൊള്ള സംഘങ്ങൾ വന്നിട്ട് അവരെ കൊള്ളയടിക്കും. പക്ഷേ ഖുറൈശികൾക്ക് അതുപോലും അവർക്ക് നേരിടേണ്ടി വന്നില്ല. കാരണം മക്കയിലേക്ക് വരുന്ന ആ കച്ചവട ക്യാരവനെ ഒരാളും തൊടാൻ ധൈര്യപ്പെട്ടില്ല. കാരണം ദൈവഭവനത്തിന്റെ അല്ലെങ്കിൽ കഅബാലയത്തിന്റെ പരിപാലകരും സംരക്ഷകരുമായിട്ടുള്ള ആ ഖുറൈശികളെ അവരെ തൊടാൻ ഒരാളും ധൈര്യപ്പെട്ടില്ല. അവർക്ക് സംരക്ഷണം നൽകാണ് അവർ ചെയ്തത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഏതൊരു സന്ദർഭത്തിലും നിർഭയമായിട്ട് തന്നെ ഖുറൈശികളുടെ ക്യാരവന് നിർഭയത്വത്തോടുകൂടെ അറേബ്യൻ ദേശത്തൂടെ സഞ്ചരിക്കാനും സാധിച്ചു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതിന്റെ കാരണം അവർ കഅബയുടെ പരിപാലകരായി എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. സൂറത്തുൽ ഖുറൈശിലേക്ക് നമ്മൾ മടങ്ങുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞു, അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വ ആമനഹും മിൻ ഖൗഫ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വിശപ്പിൽ നിന്നും ഭക്ഷണം നൽകി, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഭീതിയിൽ നിന്നും നിർഭയത്വം നൽകി എന്നുള്ളതാണ്. ആ നിർഭയത്വത്തിന്റെ ഒരു രൂപമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ആ ഒരു കെയർ ഓഫിൽ, കഅബയുടെ സംരക്ഷകരെന്നുള്ള കെയർ ഓഫിൽ അവർക്ക് സ്വസ്ഥമായിട്ട് സഞ്ചരിക്കാൻ സാധിച്ചു. അത് മാത്രമല്ല, നിർഭയത്വം പിന്നീട് വിശദീകരിക്കും. അതേപോലെ തന്നെ ഇതേ രൂപത്തിലുള്ള അനുഗ്രഹങ്ങളെല്ലാം ഖുറൈശികൾക്ക് ലഭിക്കാനുള്ള കാരണം അവരുടെ ക്വാളിഫിക്കേഷൻ കൊണ്ടല്ല. പ്രത്യേകം മനസ്സിലാക്കുക. ഒന്നാമത്തെ കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കുള്ള ഒരുക്കങ്ങളാണ്. രണ്ടാമതായിട്ട് പ്രത്യേകം നമ്മൾ ഓർക്കുക, ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടത്തിയ ഒരു പ്രാർത്ഥനയുടെ പൂർത്തീകരണം കൂടിയായിരുന്നു. എന്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന? സൂറത്തുൽ ബഖറയുടെ 126-ാമത്തെ വചനത്തിൽ, വഇദ് ഖാല ഇബ്രാഹിമു റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനൻ വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്. സുബ്ഹാനല്ലാഹ്. ഓ അല്ലാഹ്, ആ വിജനമായിട്ടുള്ള ആ മരുഭൂമിയിൽ വെച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതാണ്. ഒന്നാമത്തെ പ്രാർത്ഥന, അല്ലാഹ് ഇത് നിർഭയമുള്ള ഒരു നാടാക്കി മാറ്റണേ. രണ്ടാമതായിട്ട് പ്രാർത്ഥിച്ചത് വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്. ഓ അല്ലാഹ്, എല്ലാത്തരം ഫലവർഗ്ഗങ്ങളിൽ നിന്നും എല്ലാത്തരം കായികനികളിൽ നിന്നും അവരെ നീ ഭക്ഷിപ്പിക്കണം എന്നുള്ള. സുബ്ഹാനല്ലാഹ്. നേരത്തെ ഞാൻ പറഞ്ഞ പോയിന്റ് ഇവിടെ ചേർത്ത് വെക്കുക. ലോകത്തെ പ്രമുഖ വ്യാപാര കേന്ദ്രങ്ങളുമായിട്ടെല്ലാം അറേബ്യ കണക്ട് ചെയ്തതോടുകൂടെ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗത്തുള്ള എല്ലാത്തരം ഫലവർഗ്ഗങ്ങളും അറേബ്യൻ ദേശത്തേക്ക് എത്തിയെന്നുള്ള. അവർക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത വസ്തുക്കളെല്ലാം അതിലൂടെ അറബ് ദേശത്തേക്ക് എത്തി. സുബ്ഹാനല്ലാഹ്. യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ പ്രാർത്ഥനയുടെ പൂർത്തീകരണമാണ് നമ്മൾ അവിടെ കാണുന്നത്.
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് മാത്രമല്ല പ്രാർത്ഥിച്ചത്, അതോടൊപ്പം മറ്റൊരു പ്രാർത്ഥനയും കൂടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയും ഉടൻ തന്നെ പൂർത്തീകരിക്കാൻ പോകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമ്മൾ വരും. ഈ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹാഷിമിനെ സംബന്ധിച്ചാണ്. ഹാഷിം അതേ രൂപത്തിലുള്ള കച്ചവട യാത്രയിലൂടെയെല്ലാം മക്കയുടെ ആ സാമ്പത്തിക സ്ഥിതി, വലിയൊരു അഭിവൃദ്ധി മക്കയിൽ കൈവരികയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം വലിയ സമ്പന്നനായിട്ട് മാറി. സമ്പത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഏതൊരു കുടുംബത്തിലുള്ളതുപോലെ പല കുടുംബത്തിലുണ്ടാവാതെ ഉള്ളതുപോലെ തന്നെ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ വരാൻ. ഹാഷിമിന്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ അസൂയപ്പെട്ടത് അദ്ദേഹത്തിന്റെ സഹോദരനായിരുന്ന അബ്ദുഷംസാൻ. അവർക്കിടയിൽ നിരവധി പ്രശ്നങ്ങളും തർക്കങ്ങളും ഉണ്ടാകുന്നുണ്ട്. ആ വിദ്വേഷം അവർക്കിടയിൽ, അതായത് ഹാഷിമിന്റെയും അബ്ദുഷംസിനും ഇടയിലുള്ള ആ വിദ്വേഷം, ആ തർക്കം അത് കാലങ്ങളോളം പിന്നീട് നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം ഇസ്ലാമിക ഭരണത്തിൽ, അതായത് ഖുലഫാഉർ റാഷിദീങ്ങൾക്ക് ശേഷം വന്ന ഉമവികൾക്ക്, ഉമയ്യദ് കാലിഫേറ്റ്, അതേപോലെ തന്നെ അബ്ബാസികൾക്കിടയിലെല്ലാം അതിന്റെ ആ ശേഷിപ്പുകൾ അക്കാലഘട്ടത്തിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള. അബ്ദുഷംസിന്റെ മറ്റൊരു കാര്യം പറയാൻ വിട്ടത്, അബ്ദുഷംസിന്റെ പിൻഗാമികൾ അല്ലെങ്കിൽ അബ്ദുഷംസിന്റെ തലമുറയിൽ വരുന്ന ആളുകളാണ് ഉമവികൾ, ബനു ഉമയ്യ ഗോത്രക്കാർ. നമുക്കറിയാം അബൂ സുഫിയാൻ, അതേപോലെ തന്നെ മുആവിയ റളിയല്ലാഹു അൻഹു എല്ലാം അടങ്ങുന്ന അതെല്ലാം കടന്നു വരുന്നത് അബ്ദുഷംസിന്റെ അനുയായികളാണ്. അതുകൊണ്ടാണ് അവരെ ഉമവികൾ, അതും ഖുറൈശി ഗോത്രാണ്. അപ്പൊ അബ്ദു മനാഫിലേക്ക് അവരെല്ലാം ഒന്നിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇതേ രൂപത്തിൽ ഹാഷിം ഏറ്റവും വലിയൊരു സാമ്പത്തിക അഭിവൃദ്ധി മക്കയിലേക്ക് അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത്. ഹാഷിമിന്റെ വ്യക്തി ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഹാഷിം ഇതേ രൂപത്തിൽ നിരവധി കച്ചവട യാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരിക്കൽ അദ്ദേഹം യഥ്രിബിലൂടെ പാസ് ചെയ്ത സന്ദർഭത്തിൽ, യഥ്രിബ് എന്നുള്ളത് മദീനയുടെ പഴയ പേരാണ്. അപ്പൊ അതുവഴി അദ്ദേഹം പോയ സന്ദർഭത്തിൽ അവിടെ വെച്ചുകൊണ്ട് അതിസുന്ദരിയായിട്ടൊരു സ്ത്രീ അദ്ദേഹം കാണുകയാണ്. ബനു നജ്ജാർ ഗോത്രക്കാരിയായിരുന്ന സെൽമ എന്നറിയപ്പെടുന്ന സുന്ദരിയായിട്ടുള്ള യുവതി അദ്ദേഹം കണ്ടു. അവളെ അദ്ദേഹം വിവാഹം ആലോചിച്ച് അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം ഈ സെൽമയെ വിവാഹം കഴിക്കുകയാണ്. മദീനൻ യുവതിയായിരുന്ന ബനു നജ്ജാർ ഗോത്രക്കാരി സെൽമയെ ഹാഷിം വിവാഹം കഴിക്കുകയാണ്. വളരെ വിചിത്രമാണ്. കാരണം എന്താന്ന് വെച്ചാൽ അക്കാലഘട്ടത്ത് ഖുറൈശികൾ ഇതേ രൂപത്തിൽ പുറത്തുള്ള ഗോത്രത്തിൽ നിന്നും അല്ലെങ്കിൽ പുറത്തുള്ള പ്രദേശത്ത് പോയി വിവാഹം ചെയ്യാറുണ്ടായിരുന്നില്ല. അതിൽ നിന്ന് വിരുദ്ധമായിട്ട് ഒരു സംഭവം അവിടെ അരങ്ങേറുകയാണ്. യഥാർത്ഥത്തിൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു പ്ലാനിംഗ് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻകാലത്ത് ഹിജറ പോകേണ്ട നാടാണ് മദീന. ആ മദീനയുമായിട്ടൊരു കണക്ഷൻ അല്ലാഹു സുബ്ഹാനഹു ഉണ്ടാക്കുകയാണ്. നമുക്കറിയാം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ പോയ സന്ദർഭത്തിൽ ആദ്യത്തെ 2 ദിവസം ഖുബയിൽ പ്രവാചകന്റെ ബന്ധുക്കളോടൊപ്പം താമസിച്ചു. പിന്നീട് മദീനയിൽ എത്തിയ സന്ദർഭത്തിലും പ്രവാചകന് വീട് നിർമ്മിക്കുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചത് പ്രവാചകന്റെ ബന്ധുക്കളുടെ കൂടെയാണ്. അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം പ്രവാചകന്റെ ബന്ധുവാണ്. ആ ബന്ധു ഏത് രൂപത്തിലാണ് ആയത്? ഹാഷിമിന്റെ ഈ ഒരു വിവാഹത്തിലൂടെയുള്ള ബന്ധങ്ങളാണതെല്ലാം. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവിടെ വെച്ചുകൊണ്ട് ഹാഷിം ഇതേ രൂപത്തിൽ സൽമയെ വിവാഹം കഴിക്കുന്നു. സൽമ ഗർഭിണിയായിരിക്കുന്ന സന്ദർഭത്തിൽ ഹാഷിം ഇതേ രൂപത്തിൽ ഒരു കച്ചവട ആവശ്യാർത്ഥം സിറിയയിലേക്ക് യാത്രയാവുകയാണ്. അപ്പൊ സിറിയയിലേക്കുള്ള യാത്രാ മധ്യേ ഫലസ്തീനിലുള്ള ഗസയിൽ വെച്ചുകൊണ്ട്, ഗസ നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലാഹു സുബ്ഹാനഹു വതആല ആ നാടിന് പ്രതാപം, അതേ രൂപത്തിൽ അവിടെ അനുഭവിക്കുന്ന ആളുകൾക്ക് ക്ഷമയും അർഹമായിട്ടുള്ള പ്രതിഫലവും അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. ആ യാത്രാ മധ്യേ അദ്ദേഹം ഫലസ്തീനിലുള്ള ഗസയിൽ വെച്ചുകൊണ്ട് രോഗബാധിതനായിട്ട് അവിടെ വെച്ചുകൊണ്ട് ഹാഷിം മരണപ്പെടുകയാണ്. നമുക്കറിയാം, പഴയ കാലത്തുള്ള യാത്ര എന്നുള്ളത് വളരെ റിസ്കിയാണ്. കാരണം ചെറിയൊരു ഇൻഫെക്ഷൻ വന്നാൽ ആന്റിബയോട്ടിക്കുകളും കാര്യമൊന്നും ഇല്ലാത്ത സംഭവമാണ്. യാത്രകൾ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഇതേ രൂപത്തിലുള്ള യാത്രകൾ വളരെ അപകടം പിടിച്ചതായിരുന്നു. അപ്പൊ അതേ രൂപത്തിലൊരു രോഗബാധിതനായിട്ട് ഹാഷിം ഗസയിൽ വെച്ചുകൊണ്ട് മരണപ്പെടുന്നു. ഇന്നും ഗസയുടെ മറ്റൊരു പേര് തന്നെ ഗസത്തു ഹാഷിം എന്നാണ്. അതേപോലെ തന്നെ ഗസയിൽ ഇന്നും മസ്ജിദു സയ്യിദ് ഹാഷിം എന്നറിയപ്പെടുന്ന വലിയൊരു ഭവനം, ഒരു പള്ളിയെല്ലാം അവർ നിർമ്മിച്ചിട്ടുണ്ട്. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ അതിന്റെ ചിത്രം കാണാൻ സാധിക്കും. അപ്പൊ ഹാഷിം അവിടെ വെച്ചുകൊണ്ട്, ഗസയിൽ വെച്ചുകൊണ്ട് ഹാഷിം മരണപ്പെടുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ആ മദീനയിലുണ്ടായിരുന്ന ഭാര്യ, അവള് ആ സന്ദർഭത്തിലുള്ളത് മക്കയിലാണ്, അവര് ഗർഭിണിയാണെന്ന വിവരം രഹസ്യമാക്കിക്കൊണ്ട് ഈ സൽമ ഭർത്താവിന്റെ മരണശേഷം മക്കയിൽ നിന്നും എല്ലാം മദീനയിലേക്ക് പോവാണ്. കാരണം എന്താന്ന് വെച്ചാൽ പ്രത്യേകം മനസ്സിലാക്കണം, ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ പിതാവിന്റെ ഗോത്രക്കാർക്കാണ് അവകാശം ഉണ്ടാവുക. പ്രത്യേകിച്ച് ആൺകുട്ടിയാണെങ്കിൽ അവരൊരിക്കലും അത് മാതാവിന് വിട്ടുകൊടുക്കില്ല. അതേ രൂപത്തിലുള്ള ഒരു കൾച്ചറാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭർത്താവിന്റെ മരണശേഷം പിന്നീട് തനിക്ക് ആകെ തുണയായിട്ടുള്ളത് ഈ വയറ്റിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ആ പുത്രൻ മാത്രമാണ്. അപ്പൊ അത് ആ ഗർഭിണിയാണെന്നുള്ള വിവരം രഹസ്യമാക്കി വെച്ചുകൊണ്ട് സൽമ മെല്ലെ യത്രിബിലേക്ക്, മദീനയിലേക്ക് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ അവിടെ പോയി. പിന്നീട് അവിടെ വെച്ചുകൊണ്ട് ഈ സൽമ തന്റെ കുഞ്ഞിന് ജന്മം നൽകണം. ആ കുഞ്ഞാണ് യഥാർത്ഥത്തിൽ
അബ്ദുൽ മുത്തലിബ്. സ്ലൈഡ് നോക്ക് നിങ്ങൾ. അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിന്റെ യഥാർത്ഥത്തിലുള്ള പേര് പ്രത്യേകം മനസ്സിലാക്കണം. അബ്ദുൽ മുത്തലിബ് എന്നല്ല അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ പേര് ഷൈബ എന്നാണ്. ഷൈബ എന്ന് പറയാനുള്ള കാരണം, ഷൈബ എന്ന് വെച്ചാൽ നമുക്കറിയാം വൃദ്ധൻ എന്നുള്ള അർത്ഥമാണ്. കാരണം ആ കുട്ടി ജനിച്ച സന്ദർഭത്തില് ചെറുപ്പത്തിൽ തന്നെ കുട്ടിയുടെ തലയില് ഷാറു നബിയൽ, അതായത് വെള്ളമുടി ഉണ്ടായിരുന്നു. വെള്ളമുടി പൊതുവെ വൃദ്ധരായിട്ടുള്ള ആളുകൾക്കാണ് ഉണ്ടാവുക. അപ്പൊ അത് കാരണം മാതാവ് നൽകിയിട്ടുള്ള പേരാണ് ഷൈബ. ഷൈബ അല്ല, ഷൈബത്തുൽ ഹംദ് എന്നായിരുന്നു യഥാർത്ഥത്തിൽ അബ്ദുൽ മുത്തലിബിന്റെ യഥാർത്ഥ നാമം. അബ്ദുൽ മുത്തലിബ് എന്ന് പിന്നീട് ലഭിച്ചതാണ്. ലഭിച്ച എന്താന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഏതായിരുന്നാലും അവിടെ വെച്ചുകൊണ്ട് ഈ സൽമക്ക് അബ്ദുൽ മുത്തലിബ് എന്നറിയപ്പെടുന്ന ഒരു പുത്രൻ ജനിക്കുകയാണ്. അബ്ദുൽ മുത്തലിബ് പിന്നീട് മദീനയിലാണ് കളിച്ചു വളരുന്നത്. അവിടെയായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യം. പക്ഷേ ഹാഷിമിന് ഇതേ രൂപത്തിൽ ഒരു പുത്രൻ മദീനയിൽ വളരുന്ന കാര്യം അദ്ദേഹത്തിന്റെ മക്കയിലുണ്ടായിരുന്ന ഒരു സഹോദരൻ ആർക്കും അറിയില്ലായിരുന്നു. പറയാൻ വിട്ടൊരു കാര്യം, ഹാഷിമിന് 3 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ അബ്ദുൽ ഷംസ്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്ന മറ്റു 2 സഹോദരങ്ങളാണ് മുത്വലിബ്, അതേപോലെ തന്നെ നൌഫൽ. ഈ 3 സഹോദരങ്ങൾ ഹാഷിമിനുണ്ടായിരുന്നു. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു, ഈ സൽമ അവര് ഗർഭിണിയായിരുന്നു. അവര് രഹസ്യമായിട്ട് മദീനയിലേക്ക് പോയി അവിടെ വെച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബ് ഷൈബ എന്നറിയപ്പെടുന്ന ആ പുത്രന് ജന്മം നൽകുന്നു. രഹസ്യമായിട്ടാണ് അവരവിടെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഹാഷിമിന്റെ മരണശേഷം ഈ 3 സഹോദരങ്ങൾ, ഒരാൾ മുത്തലിബ് എന്നറിയപ്പെടുന്ന ഹാഷിമിന്റെ സഹോദരന് ഒരിക്കൽ അദ്ദേഹം എന്തോ ഒരു ആവശ്യത്തിന് അദ്ദേഹം മദീനയിലേക്ക് പോയി. മദീനയിലേക്ക് പോയ സന്ദർഭത്തിൽ അദ്ദേഹം ഏതായാലും തന്റെ ജ്യേഷ്ഠന്റെ ആ ഒരു ഭാര്യ, അതായത് സൽമയുടെ വീട് അദ്ദേഹം സന്ദർശിച്ചു. സൽമയുടെ വീട്ടിലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹം ഈ ഒരു സന്താനത്തെ ഷൈബ എന്നറിയപ്പെടുന്ന ആ കുട്ടിയെ അവിടെ കണ്ട ഉടനെ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് തന്റെ ചോരയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. കാരണം വെച്ചാൽ ഹാഷിമിന്റെ ആ മുഖച്ഛായ ഉണ്ടാവും കുട്ടിക്ക് തീർച്ചയായിട്ടും. അദ്ദേഹം കണ്ട ഉടനെ തന്നെ ആ കുട്ടിയെ കെട്ടിപ്പിടിച്ച് ഒരുപാട് സമയം കരഞ്ഞു. കാരണം ആ മരണപ്പെട്ട ഹാഷിമിന്റെ അല്ലെങ്കിൽ തന്റെ സഹോദരന്റെ ആ സ്മരണ അദ്ദേഹത്തിന് ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വന്നു കാണണം. അപ്പൊ അദ്ദേഹം കെട്ടിപ്പിടിച്ച് കരഞ്ഞ് അവസാനം സൽമയോട് പറഞ്ഞു, ഈ കുട്ടിയെ ഞാൻ ഉടനെ തന്നെ മക്കയിലേക്ക് കൊണ്ടുപോകും. അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത് ഹാഷിമിന്റെ മകനാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അപ്പൊ മക്കയിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ സന്ദർഭത്തിൽ സൽമ സമ്മതിച്ചില്ല. അവസാനം ഒരുപാട് പറഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹം മനസ്സോട് അവസാനം സൽമ അനുമതി നൽകുകയാണ്. അങ്ങനെ ഈ മുത്തലിബ്, അതായത് ഹാഷിമിന്റെ സഹോദരൻ മുത്തലിബ്, ഹാഷിമിന്റെ പുത്രനായിരുന്ന ഷൈബയുമായിട്ട് അദ്ദേഹം മക്കയിലേക്ക് വരാൻ ഒട്ടകപ്പുറത്ത് കൗമാരക്കാരനായിരിക്കുന്ന ആ ഷൈബയെയും വെച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ മക്കയിലേക്ക് പ്രവേശിക്കാൻ. അപ്പൊ അദ്ദേഹം മക്കയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ അവിടെയുള്ള ആളുകൾ മുഴുവൻ കരുതി ഈ മുത്തലിബ് മദീനയിൽ നിന്ന് വാങ്ങിയ അടിമയാണിതെന്ന് അവർ കരുതാണ്. കാരണം ഹാഷിമൻ അതേ രൂപത്തിലുള്ള ഒരു പുത്രൻ മദീനയിലുള്ള വിവരമൊന്നും നാട്ടുകാർക്കും ആർക്കും അറിയില്ല. അപ്പൊ അദ്ദേഹം പോയത് വെറും കൈയോടാണ്. തിരിച്ചു വരുമ്പോ ഇതേ രൂപത്തിൽ ഒരു കുട്ടി ഇരിക്കുന്നത് കണ്ടപ്പോ അവിടെയുള്ള ആളുകളെല്ലാം കരുതി അദ്ദേഹം മദീനയിൽ നിന്ന് വാങ്ങിയ അടിമയാണെന്ന്. അപ്പൊ ആ കുട്ടിയെ അവര് മുത്തലിബിന്റെ അടിമ എന്ന് വിളിച്ചു. അതാണ് അറബിയിൽ അബ്ദുൽ മുത്തലിബ്. മുത്തലിബിന്റെ അടിമ അബ്ദുൽ മുത്തലിബ് എന്ന് അവിടെയുള്ള ആളുകൾ വിളിച്ചു. അങ്ങനെയാണ് ആ ഒരു പേര് ഷൈബ എന്നറിയപ്പെടുന്ന ആ കുട്ടിക്ക് അബ്ദുൽ മുത്തലിബ് എന്ന് പേര് വരാനുള്ള കാരണം. ആ പേര് വിളിച്ച് അദ്ദേഹം അവരെ തിരുത്തി. പക്ഷേ ആദ്യമായിട്ട് അവർ വിളിച്ച ആ പേര് തന്നെ പിന്നീട് അവശേഷിച്ചു എന്നുള്ള, അങ്ങനെ അബ്ദുൽ മുത്തലിബ് എന്നുള്ള പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു എന്നുള്ള. പിന്നീട് ഹാഷിമിന്റെ സഹോദരനായിരുന്ന ആ മുത്തലിബാണ് യഥാർത്ഥത്തിൽ അബ്ദുൽ മുത്തലിബിനെ വളർത്തിയത്. കൺഫ്യൂഷൻ ആവരുത്. ഹാഷിമിന്റെ സഹോദരനായിട്ടുള്ള മുത്തലിബാണ് ഷൈബ, അതായത് അബ്ദുൽ മുത്തലിബിനെ പൊന്നുപോലെ വളർത്തി. അവസാനം ഒരുപാട് കാലം കഴിഞ്ഞപ്പോൾ ഈ മുത്തലിബ്, അതായത് ഹാഷിമിന്റെ സഹോദരൻ യമനിൽ വെച്ച് ഇതേ രൂപത്തിൽ കച്ചവടാവശ്യത്തിന് പോയ സന്ദർഭത്തിൽ അവിടെ വെച്ചുകൊണ്ട് മരണപ്പെടുകയാണ്. അദ്ദേഹം മരണപ്പെട്ടതോടുകൂടെ പിന്നീട് അദ്ദേഹത്തിന്റെ എല്ലാ ചുമതലയും അബ്ദുൽ മുത്തലിബ് ഏറ്റെടുക്കണം. അദ്ദേഹത്തിന്റെ മകനായിട്ട് അവിടെ വളരുന്ന അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ പുത്രനായ അബ്ദുൽ മുത്തലിബിലേക്ക് എല്ലാ ചുമതലയും വരികയാണ്. അതോടുകൂടെ അദ്ദേഹം അവിടുത്തെ, അതായത് മക്കയിൽ അവരുടെ നേതാവായിട്ട് മാറുകയാണ്. അവിടെയുള്ള ആളുകളെല്ലാം അദ്ദേഹത്തെ അങ്ങേയറ്റം സ്നേഹിച്ചു. അദ്ദേഹത്തെ അവര് നേതാവായിട്ട് നിയമിച്ചു എന്നുള്ള. പിന്നീട് അബ്ദുൽ മുത്തലിബ് അദ്ദേഹം യുവാവായിരിക്കുന്ന സന്ദർഭത്തിൽ ബനു സഹ്റ ഗോത്രത്തിൽ നിന്നും ഹാല എന്നറിയപ്പെടുന്ന ഒരു സ്ത്രീയെ അദ്ദേഹം വിവാഹം കഴിച്ചു. അദ്ദേഹത്തിന് ആ സ്ത്രീയിൽ 10ഓളം സന്താനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. 10ഓളം മക്കൾ, അതായത് നിരവധി മക്കൾ. അതായത് നിങ്ങൾ സ്ലൈഡിൽ കാണാൻ സാധിക്കും. പ്രധാനപ്പെട്ട നാലാളുകളെ മാത്രമാണ് സ്ലൈഡിൽ നിങ്ങൾ കാണുന്നത്. അബൂ ത്വാലിബ്, അബ്ദുള്ള, അബ്ബാസ്, അതേപോലെ തന്നെ നിരവധി. ഇതെല്ലാം അദ്ദേഹത്തിന്റെ മക്കളാണ്. അബൂ ത്വാലിബിന്റെ മകനാണ് അലി ബിൻ അബി ത്വാലിബ്. നമുക്കറിയാം, നേരത്തെ നമ്മൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ പറഞ്ഞു. അപ്പൊ അബ്ദുൽ മുത്തലിബിന്റെ മക്കളായിട്ട് പിന്നീട് 10ഓളം ആൺകുട്ടികളും അതേപോലെ തന്നെ നിരവധി ആളുകൾ ജനിച്ചു വീഴുകയാണ്. അതായത് അബ്ദുൽ മുത്തലിബിന്റെ മക്കൾ എന്ന് വെച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പ മൂത്താപ്പമാരാണ്. അതായത് ഹംസ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബൂ ത്വാലിബ് എല്ലാം പ്രവാചകന്റെ എളാപ്പ മൂത്താപ്പമാരാണ്. അതേപോലെ തന്നെ അബ്ദുൽ മുത്തലിബിന് ആൺകുട്ടികൾ മാത്രമല്ല
നിരവധി പെൺകുട്ടികളുണ്ടായിരുന്നു. അത് ബർറ, ആത്തിക, സൊഫിയ റളിയല്ലാഹു അൻഹ, അവർ ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. അർവ, അതേപോലെ തന്നെ ഉമൈമ, ഇതേ രൂപത്തിലുള്ള നിരവധി ആളുകൾ. അതായത് അതെല്ലാം പ്രവാചകന്റെ പിതൃ സഹോദരിമാരാണ്. അമ്മായിമാരെന്ന് നമ്മൾ അമ്മായി എന്ന് വിളിക്കാറുണ്ട്. അതാണ് പ്രവാചകന്റെ പിതൃ സഹോദരിമാരായിട്ട് മാറുന്നത്. അങ്ങനെ അബ്ദുൽ മുത്തലിബ് പിന്നീട് മക്കയുടെ അധികാരം അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് വരികയാണ്. ഈ അബ്ദുൽ മുത്തലിബ് അവിടെ ഏറ്റവും ഖുറൈശികളുടെ പ്രമാണിയായിട്ടിരിക്കുന്ന സന്ദർഭത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ മക്കയിൽ അരങ്ങേറുന്നുണ്ട്. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് തൊട്ടു മുമ്പായിട്ട് സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ. ആ സംഭവങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത് നമ്മൾ പരിശോധിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുത്തറിയാനും ആ പ്രവാചകന്റെ സച്ചരിതരായിട്ടുള്ള അനുയായികളുടെ കൂട്ടത്തിൽ നാളെ സ്വർഗ്ഗലോകത്ത് ഒരുമിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. السلام عليكم ورحمة الله.